ശ്രീ രാജു അപ്സര. നല്ലൊരു കയ്യടികളോട് കൂടി തന്നെ അദ്ദേഹത്തെ പോലെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിത്വം നമ്മുടെ ചടങ്ങിന്റെ ഉദ്ഘാടകനായി എത്തുക എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സദസ്സ് കൂടിയായി മാറുകയാണ് ഈ വേദി. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ അധ്യക്ഷൻ ദയവായി വേദിയിൽ വന്നിരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീ മുസ്തഫ വാഴാട്ട്, പ്രസിഡന്റ് സ്വാക് കോഴിക്കോട് ജില്ല, അദ്ദേഹത്തിന്റെ മഹനീയമായ സാന്നിധ്യം വേദിയിൽ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളതും 2 ദിവസങ്ങളിലായി ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു എക്സ്പോയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതുമായ പ്രസിഡന്റ് സ്വാക് സ്റ്റേറ്റ് കമ്മിറ്റി ശ്രീ ജോർഫിൻ പേട്ട, അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് ഹൃദയപുരസ്സരം ക്ഷണിക്കാം, സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഏറെ ധന്യമാകുന്ന ഒരു വേദി കൂടിയാണിത്. അതോടൊപ്പം മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ജനറൽ സെക്രട്ടറി സ്വാക് സ്റ്റേറ്റ് കമ്മിറ്റി ശ്രീ സിയാവുദ്ദീൻ KA, അദ്ദേഹത്തിന്റെ മഹനീയമായ സാന്നിധ്യം ദയവായി വേദിയിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. റീറ്റെയിൽ കോഴ്സിന്റെ ലോഞ്ചിങ് കർമ്മം നിർവഹിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ബാപ്പു ഹാജി, KVVS ഡിസ്ട്രിക്ട് പ്രസിഡന്റ് കോഴിക്കോട്, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്. ശ്രീ മെഹബൂബ്, പ്രസിഡന്റ് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ്, ശ്രീ VKC റസാഖ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് VKC ഗ്രൂപ്പ്, ശ്രീ വിഷ്ണു RG, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് RG ഗ്രൂപ്പ്, അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് ബഹുമാനപുരസ്സരം സ്വാഗതം ചെയ്യാം. ശ്രീ മജീദ്, ചെയർമാൻ ഓഫ് ടേസ്റ്റി ഫുഡ്സ്, അദ്ദേഹത്തെ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നതിനായി ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകമായി ഈ സദസ്സിൽ സാന്നിധ്യം അറിയിക്കാനും സ്വാഗതം ചെയ്യുന്നു. ശ്രീ സലീം രാമനാട്ടുകര, സ്റ്റേറ്റ് പ്രസിഡന്റ് KVVS യൂത്ത് വിങ്ങിന്റെ കരുത്തനായ സാരഥിയാണ് അദ്ദേഹം. രാമനാട്ടുകര മുനിസിപ്പൽ കൗൺസിലർ കൂടിയാണ്. മികച്ച ഒരു വാത്മിക കൂടിയായി മാറിയ അദ്ദേഹത്തെ ഏറെ ബഹുമാന പുരസ്സരം ഞാൻ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നതിനായി അഭ്യർത്ഥിക്കുകയാണ്. വേദിയിൽ വന്നിരുന്ന് സാന്നിധ്യം അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ബാബു എടക്കര, പ്രസിഡന്റ് സ്വാക് മലപ്പുറം, അദ്ദേഹത്തെ വേദിയിലേക്ക് സഹർഷം സാദരം ക്ഷണിക്കുകയാണ്. സ്വാക്കിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ദയവായി വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ രാധാകൃഷ്ണൻ R, അതിഥിയുടെ സെയിൽസ് ഹെഡ്, അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്കായി ബഹുമാന പുരസ്സരം ക്ഷണിക്കാം, സ്വാഗതം ചെയ്യാം. ശ്രീ സുബൈർ കൊല്ലക്കാടൻ, പ്രസിഡന്റ് ബിൽഡേഴ്സ് അസോസിയേഷൻ കോഴിക്കോട്, അദ്ദേഹത്തെ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിനായി ഈ ചടങ്ങിൽ സാന്നിധ്യം അറിയിക്കുന്നതിനായി വിനയ പുരസ്സരം ക്ഷണിക്കുകയാണ്. ശ്രീ അബ്ദുൽ ഹമീദ്, ബിസിനസ് ഹെഡ് ടീം തായ്, അവരെ നമുക്ക് ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ രൂപേഷ് കോളിയോട്ട്, പ്രസിഡന്റ് KHRA കോഴിക്കോട്, അദ്ദേഹത്തെയും ഔപചാരികമായി ഈ സദസ്സിലേക്ക് ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ ദേവദാസ്, പ്രസിഡന്റ് ബേക്ക് കോഴിക്കോടിന്റെ പ്രതിനിധി, അദ്ദേഹവും ഈ ചടങ്ങിൽ ദയവായി എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ഹരീഷ് ജയരാജ്, പ്രസിഡന്റ് AKGA കോഴിക്കോട്, ദയവായി ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നതിനായി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. മിസ്റ്റർ മുഹമ്മദ് അഫ്സൽ, ദി ഡയറക്ടർ ഓഫ് അജ്മി ഫുഡ്സ്, അദ്ദേഹത്തെയും ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നതിനായി ബഹുമാന പുരസ്സരം ക്ഷണിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ട്രഷറർ സ്വാക് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ശ്രീ ജാബിർ KCN, അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് വിനയ പുരസ്സരം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്ന റീറ്റെയിൽ സബ്മിറ്റ് ഈ എക്സ്പോയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വേദിയാണ്. അതുകൊണ്ട് തന്നെ സദസ്സും വേദിയും ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന പ്രതീക്ഷയോടുകൂടി ഔപചാരികമായി ഈ വേദിക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ബഹുമാനായിട്ടുള്ള ജനറൽ സെക്രട്ടറി സ്വാക് കോഴിക്കോട് ജില്ല, ബഹുമാനപ്പെട്ട ശ്രീ ഹനീഫ KM, അദ്ദേഹത്തെ നമുക്ക് നിറഞ്ഞ കൈയടികളുമായി സഹർഷം സാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഈ ബിസിനസ് രംഗത്ത് ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള വ്യക്തിത്വമാണ്. ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. ഏറെ സ്നേഹത്തോടെ ശ്രീ ഹനീഫ KM ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. സ്വാക് ഒരുക്കിയിരിക്കുന്ന എക്സ്പോയിൽ റീറ്റെയിൽ സബ്മിറ്റ് ആരംഭിക്കുകയാണ്. സൗത്ത് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് റീറ്റെയിൽ എക്സ്പോ 2024. ഔപചാരികമായി റീറ്റെയിൽ സബ്മിറ്റിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനായ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി സ്വാക് കോഴിക്കോട് ജില്ലയുടെ പ്രിയങ്കരനായ ശ്രീ ഹനീഫ KM അവർകളാണ്. ദീർഘകാലത്തെ ബിസിനസ് രംഗത്തെ അനുഭവ സമ്പത്തുള്ള വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് ആദ്യമായി 1 മിനിറ്റ് മൗന പ്രാർത്ഥന. ഓക്കെ, താങ്ക് യു. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സ്വാക്കിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻറ്റും ഡാമാർട്ട് ഗ്രൂപ്പിൻ്റെ MD-യുമായ ശ്രീ മുസ്തഫ വാഴാട്ട്, ഈ പ്രോഗ്രാമിൻ്റെ
ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര, ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യാതിഥിയും നമ്മുടെ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ ജോർഫിൻ പേട്ട, ഈ പരിപാടിയിൽ നമ്മുടെ മിംസ് ലോഗോ പ്രകാശനം മിംസുമായി നമ്മളുണ്ടാക്കിയ ഒരു ധാരണാപത്രം കൈമാറുന്ന ചടങ്ങിനെത്തിച്ചേർന്ന ഡോക്ടർ ലുക്മാൻ സാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി സിയാവുദ്ദീൻ സാർ, ലോഗോ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട് ജില്ലയുടെ KVVSൻ്റെ ജില്ലാ പ്രസിഡന്റ് ബാപ്പു ഹാജി, മെഹബൂബ് ക, BKC റസാഖ്, വിഷ്ണു RG, മജീദ് ക, സലീം രാമനാട്ടുകര, അതുപോലെ തന്നെ ഹരീഷ് AKDAയുടെ, ബാബു എടക്കര, രാധാകൃഷ്ണൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള പ്രശസ്ത പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ എന്നൊരു സംഘടന കഴിഞ്ഞ 2017 രൂപം കൊള്ളുകയും 7 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലും തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറുകയും, ഈ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ മെമ്പർമാരായിരിക്കുന്ന ആളുകൾക്ക് നേരത്തെ ആശങ്ക ഉണ്ടെങ്കിലും പിൽക്കാലത്ത് ആ കാര്യം ബോധ്യപ്പെട്ടു. അത് യാഥാർത്ഥ്യമാണ്. കാരണം GST പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ GSTയിലുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നൊരു വിഭാഗം എന്ന നിലക്ക് തന്നെ സംഘടന അക്കാര്യത്തിൽ ഒട്ടനവധി ഇടപെടലുകൾ നടത്തുകയും ഈ മേഖലയിലുള്ള ഗവൺമെൻറ് തലത്തിലുള്ള പ്ലാസ്റ്റിക് നിരോധനമായാലും ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ പ്രശ്നമായാലും ആദ്യം ബാധിക്കുന്നതും ആദ്യമായി തന്നെ അവർക്ക് ഫൈനുകൾ കൊടുക്കുന്നതുമായ ഉദ്യോഗസ്ഥ വർഗത്തിൻ്റെ പീഡനങ്ങൾക്കെതിരെ ശബ്ദിക്കുകയും ഒരു പരിധിവരെ അതിനെല്ലാം പരിഹാരം കാണുവാനും നമുക്ക് സാധിച്ചു എന്നതാണ് ഈ സംഘടന ഈ കാലഘട്ടത്തിൽ ചെയ്ത വളരെ പ്രധാനമായ കാരണങ്ങൾ. മറ്റൊരു കാര്യം നമുക്കറിയാം, കോവിഡ് സന്ദർഭങ്ങളിലും പ്രളയം സന്ദർഭങ്ങളിലെല്ലാം തന്നെ സംഘടനയുടെ പ്രവർത്തകരുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി നടത്താറുള്ള ചാരിറ്റി പ്രവർത്തനം ഗവൺമെൻറ് തലത്തിലായാലും സാമൂഹ്യ തലത്തിലായാലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ നമ്മുടെ സംഘടനയ്ക്ക് സാധിച്ചത് നിങ്ങൾ ഓരോരുത്തരുടെയുമുള്ള അകമഴിഞ്ഞ സമീപനങ്ങളും സഹായങ്ങളും ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഞാൻ കൂടുതൽ സംസാരിച്ച് എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. 4 മണിക്ക് നമ്മുടെ ധനം മാഗസിനുമായിട്ടുള്ള പാനൽ ഡിസ്കഷനുണ്ട്. ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ആളുകൾക്ക് ഇന്നൊരു പ്രത്യേക പരിപാടികളുണ്ട്. ഈ പരിപാടിയിൽ തന്നെ പങ്കെടുക്കുന്ന ഏതാനും ആളുകൾക്ക് തന്നെ 4 മണിക്ക് മുമ്പായി തന്നെ പോകേണ്ടതുമുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമുക്ക് അറിയാം, കോഴിക്കോട് ജില്ലയെ അതിൻ്റെ യഥാവിധി നയിച്ചു കൊണ്ടുപോകുവാനുള്ള ആത്മവീര്യവും ഊർജവും അംഗങ്ങൾക്ക് നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് മുസ്തഫ വി, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ റീറ്റെയിൽ സബ്മിറ്റിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്കറിയാം, കേരളത്തിലെ വ്യാപാരികളുടെ ആശയവും ആവേശമായ പ്രസ്ഥാനമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഈ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ
അമരക്കാരനും കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഈ സംഘടനയുടെ അധ്യക്ഷപദം അലങ്കരിക്കുകയും ചെയ്യുന്ന നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട രാജു സാറാണ്. രാജു സാറ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് അദ്ദേഹത്തിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതുപോലും മാറ്റിമറിച്ചു കൊണ്ടാണ് നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ ക്ഷണത്തിന് വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി ഈ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം ഇന്നിവിടെ സംസാരിക്കുകയും ചെയ്യുകയാണ്. ശ്രീ രാജു അപ്സരയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ നമ്മുടെ മുഖ്യ അതിഥി ചീഫ് ഗസ്റ്റ് ശ്രീ ജോർഫിൻ പേട്ട അവർകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് സ്വാക്ക് അംഗങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അതെല്ലാം മറികടന്ന് കേരളത്തിലെ 14 ജില്ലകളിലും ഓടി നടന്ന് കച്ചവടക്കാരൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഓണർമാരുടെ വിഷയങ്ങളിൽ ഇടപെടുകയും വേണ്ട രീതിയിലുള്ള സഹകരണങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോർഫിൻ പേട്ട അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മറ്റൊരു അതിഥിയാണ് സിയാവുദ്ദീൻ സാറ്. ആ സിയാവുദ്ദീൻ സാറെ കുറിച്ച് നമുക്ക് പറയാം. സംഘടനാ പ്രവർത്തനത്തിൽ പ്രസിഡന്റിനോടൊപ്പം തോളോട് തോള് ചേർന്ന് പ്രവർത്തിക്കുകയും ആ പ്രവർത്തന പാന്താവിൽ തൻ്റെ കഴിവുകൾ ഏതൊരു ജില്ലയിലും എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം തന്മയത്തോടു കൂടി തീർക്കാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും പ്രത്യേക ആർജവ ശക്തിയുള്ള നേതാവാണ് ശ്രീ സിയാവുദ്ദീൻ. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സെക്കൻഡ് പാർട്ട് ഓക്കെ. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലുമായി സ്വാക്ക് ഒരു കരാറുണ്ടാക്കുന്നുണ്ട്. അംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പാക്കേജ് ഇന്ന് ഈ സ്വാക്കിൻ്റെ എക്സ്പോ സന്ദർശിക്കുന്ന അംഗങ്ങൾ അവരുടെ സ്റ്റാൾ സന്ദർശിപ്പിക്കുമ്പോൾ അവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ആ അവസരത്തിൻ്റെ ഭാഗമായി അതിൽ നിന്നും അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. സ്പെഷ്യൽ ചെക്കപ്പുകൾ ഉണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ധാരണാപത്രം കൈമാറുന്ന ഒരു ചടങ്ങാണ്. ആ ധാരണാപത്രം കൈമാറുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. കോഴിക്കോട് ജില്ലക്കാരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശ്രീ ബാപ്പു ഹാജിയെ. ബാപ്പു ഹാജി കലാ കായിക സാംസ്കാരിക രംഗങ്ങളിലും പ്രത്യേകിച്ച് ഹജ്ജ് കമ്മിറ്റിയുടെ ബോർഡ് അംഗം കൂടിയായ അദ്ദേഹം നമുക്ക് ഈ കൈമാറൽ ചടങ്ങിന് കിട്ടിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ശ്രീ ബാപ്പു ഹാജിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് മഹബൂബ് സാർ, പ്രസിഡന്റ് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ്. മഹബൂബ് സാറെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഒട്ടനവധി പറയാനുണ്ട്. ഈ സ്വാക്ക് എന്ന സംഘടനയ്ക്ക് ഒരു ഉപദേഷ്ടാവായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. ONDC എന്നൊരു പ്രോഗ്രാമുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. ആ ONDC സ്വാക്കുമായി കൈകോർത്തുകൊണ്ട് നമുക്ക് അനുഭവ പാഠങ്ങൾ പഠിപ്പിച്ചു തരികയും അതിനുവേണ്ടി തൻ്റെ സ്വന്തം ഓഫീസ് പോലും അദ്ദേഹം ഒഴിവാക്കിക്കൊണ്ട് നമ്മളോട് സഹകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നി. ഒരു സംഘടനയുടെ ഒരു പ്രതിനിധി ഈ സംഘടനയോട് കാണിക്കുന്ന കൂറും സൗകര്യവും എല്ലാം തന്നെ നമ്മൾ മറക്കുന്നില്ല. ശ്രീ മഹബൂബ് സാറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ VKC റസാക്കിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാവർക്കും നന്നായി അറിയാം. എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പിതാവും നമ്മളൊക്കെ ആയിട്ട് നല്ല ചാരിറ്റി മേഖലയിൽ ഏറ്റവും കൂടുതൽ ശ്രമം നടത്തുകയും ചെറിയവനോ വലിയവനോ ഒന്നുമില്ലാതെ എല്ലാ പരിപാടിയിലും അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം നമുക്കൊരു മാതൃകയാണ്. കോഴിക്കോടിന് അഭിമാനിക്കാവുന്ന ശ്രീ VKC റസാഖ് അവറുകളെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് നമുക്ക് വിഷ്ണു RG. ഈ സംഘടനയ്ക്ക് എന്ത് ആവശ്യങ്ങൾ വന്ന് പറഞ്ഞാലും എന്ത് പ്രയാസങ്ങൾ എന്ത് ആവശ്യങ്ങൾ വന്ന് പറഞ്ഞാലും അപ്പടി സ്വീകരിക്കുകയും ഈ സംഘടനയുടെ അമരക്കാരനാവാൻ കഴിവുള്ള അതല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉടമയാണെങ്കിൽ ഈ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരെ വരാൻ പാകമുള്ള ഒരു വ്യക്തിത്വം. ഈ എക്സ്പോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആദ്യ മീറ്റിംഗ് കഴിഞ്ഞ പാട് തന്നെ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോവുകയും ഈ എക്സ്പോയുടെ മെയിൻ സ്പോൺസർ ആവണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ 2 വട്ടം ആലോചിക്കാതെ തന്നെ പറഞ്ഞു നമ്മളോട് ഞാൻ തയ്യാറാണ്,
ഈ സ്വാക്കുമായ ബന്ധം എനിക്ക് ദൃഢമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ എന്നും ഉണ്ടാകും എന്ന് പറഞ്ഞ RG ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ വിഷ്ണു സാറിനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ടേസ്റ്റി ഫുഡിൻ്റെ ചെയർമാൻ മജീദ് ക, നമ്മൾ അടുത്ത കാലത്താണ് പരിചയപ്പെടുന്നത്. GCCയിലെല്ലാം തന്നെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുള്ള അദ്ദേഹം കേരളത്തിലേക്ക് ചുവട് വെച്ചു എന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിനോടും ഞങ്ങളിത് ഒരു തവണ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ആ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന് സലീം രാമനാട്ടുകര, കേരളത്തിലെ യുവാക്കളുടെ ആവേശമായ സലീം രാമനാട്ടുകര കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. പ്രസംഗം കൊണ്ടും കലാകൾ കൊണ്ടും വ്യക്തിത്വം കൊണ്ടും എല്ലാം തന്നെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ശ്രീ സലീം രാമനാട്ടുകരെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയുടെ പുതിയ പ്രസിഡൻ്റാണ് ശ്രീ ബാബു എടക്കര. നമ്മുടെ ഏകോപന സമിതിയുടെ അവിടുത്തെ പ്രധാന ഭാരവാഹിയും കൂടിയാണ്. ഈ സംഘടനയിൽ കേരളത്തിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന സംഘടനയിൽ 99% സ്വാക്ക് എന്ന സംഘടനയിലെ അംഗങ്ങൾ മെമ്പർമാരാണ് എന്നുള്ള കാര്യം പ്രസിഡന്റിനെ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെന്നും തോളോട് തോൾ ചേർന്ന് പോകുവാൻ നമുക്കെന്നും സഹായകമായിട്ടുണ്ട്. നിങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാനടക്കമുള്ള ഏകോപന സമിതിയുടെ നേതാക്കന്മാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതേപോലെയുള്ള മലപ്പുറം ജില്ലയുടെ അഭിമാനപുത്രനായ ശ്രീ ബാബു എടക്കരയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സുബൈർ കൊളക്കാടല്ലോ, സുബൈർക്ക അബ്ദുൽ ഹമീദ് സാർ ബിസിനസ് ഗ്രൂപ്പിന് തായ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എത്തിയിട്ടില്ല. അതേപോലെ തന്നെ സുബൈർ കൊളക്കാടൻ എത്തിയിട്ടില്ല. രൂപേഷ് വന്നോ? ഇല്ല, രൂപേഷ് ഇല്ല. വാട്ടർ KHRAയുടെ രൂപേഷ് അദ്ദേഹം എത്തിയിട്ടില്ല. നമ്മളുമായി ആദ്യം ഈ എക്സ്പോ സംഘടിപ്പിക്കാൻ നമ്മൾ TBCയും പിന്നെ KHRAയും കൂടി തമ്മിലായിരുന്നു ധാരണ ഉണ്ടായിരുന്നത്. ചില എന്തോ ധാരണ പ്രശ്നം കൊണ്ടോ അതല്ല അവരുടെ അസൗകര്യം കൊണ്ടോ നമുക്കത് കൂടി യോജിപ്പിച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്രാവശ്യം നമ്മുടെ TBCൻ്റെ ചെയർമാൻ മൈജി ഷാജി പറഞ്ഞു, അടുത്ത തവണ സ്വാക്കിൻ്റെ കൂടെ ഞങ്ങൾ എന്തായാലും നിങ്ങളോടൊപ്പം ഉണ്ടാകും, എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ശ്രീ രൂപേഷിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ AKDA എന്ന പ്രസ്ഥാനം, നമ്മുടെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ സംഗമം ഒരു വ്യാപാര സംഗമമാണ്, എൻ്റർപ്രണേഴ്സ് സംഗമമാണ്. ഈ സംഗമത്തിൻ്റെ ലക്ഷ്യം തന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മളെല്ലാവരും AKDA ആയാലും ബേക്കേഴ്സ് ആയാലും KHRA ആയാലും ചേംബർ ഓഫ് കൊമേഴ്സ് ആയാലും ബിൽഡേഴ്സ് ആയാലും എല്ലാവരും ഒരുമിച്ച് പോകേണ്ട ഒരു സമയം ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുന്നത്. എല്ലാ വൈര്യങ്ങളും എല്ലാ വിദ്വേഷങ്ങളും മറന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. എന്താണ് അരുൺ പേരെന്താ? എന്താ പേര്? ഓക്കെ. അപ്പോൾ അത് AKDA ഇനിയും നമ്മൾ എല്ലാവരും തന്നെ ഒരുമിച്ച് നിന്ന് നമ്മളെ പർച്ചേസ് മേഖലയിലായാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും ഒത്തൊരുമിക്കേണ്ട ഒരു സമയമാണ്. ഹരീഷ് ജയരാജിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത മുഹമ്മദ് അഫ്സൽ അജ്മീരുടെ ഡയറക്ടറാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് റാഷിദ് എന്ന മഹാവ്യക്തിത്വം നമ്മളോട് എപ്പോഴും കൂറുകൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ടറാണ് റാഷിദ് പരിപാടിക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. ഒരു ബ്രാൻഡ് സ്റ്റോറി എന്നുള്ള ദൗത്യത്തിലേക്കാണ്. മിക്കവാറും നാളെ ആയിരിക്കും അദ്ദേഹത്തിന് വരാൻ സാധിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിൽ അദ്ദേഹത്തിന് പകരം മുഹമ്മദ് അഫ്സൽ എന്ന അജ്മി ബിസ്മിൻ്റെ ആളുകളാണ് നമ്മൾ സംസാരിക്കുന്നത്. ശ്രീ അഫ്സൽ സാറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ മറ്റുള്ള ബ്രാൻഡുകൾ ഇപ്പം 3 ബ്രാൻഡുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അജ്മിനോട് നമ്മൾ ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ഒരു ഫോൺ കോൾ ചെയ്തിട്ടുള്ളൂ. നേരിട്ട് പോലും അവിടെ വരാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, സ്വാക്കിന് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ ഈ ഫോണിലൂടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിച്ച അജ്മിയുടെ ഡയറക്ടർ അഫ്സലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് നമുക്ക് നമ്മുടെ ചാരിറ്റി കൺവീനർ നമുക്ക് എടുത്തു പറയേണ്ട ഒരാളാണ്. കാരണം സ്വാക്കിൻ്റെ എന്നും ഏത് വലുതും ചെറുതുമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രചോദനം നൽകുകയും, നമുക്കറിയാം പ്രളയ കാലത്തൊക്കെ 1000 കിറ്റും 1500 കിറ്റും ഒക്കെ കലക്ട്രേറ്റിലേക്കും കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വ്യാപാരികളെ പരിഗണിക്കണം മനിക്ക, ഇത് ഈ സമയത്ത് കോവിഡ് സമയത്ത് വീടുകളിൽ കിടക്കുന്ന ദിവസം 100-200 രൂപ വരുമാനമുള്ള ആളുകൾക്ക് പട്ടിണിയിലാണ്.
അതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത കിറ്റ് കൊടുക്കുന്നത് അവർക്ക് കൊടുക്കണം പറഞ്ഞ് 2000-ഓളം കിറ്റ് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ 4 മേഖലകളിൽ വെച്ച് 4 MLA-മാരെ കൊണ്ട് അവിടുത്തെ പാവപ്പെട്ട കച്ചവടക്കാരെ എത്തിക്കുന്നതിന് ശ്രമം നടത്തി. അതിനെല്ലാം ചുക്കാൻ പിടിക്കാനും നമ്മളോട് സഹകരിച്ച് ലിസ്റ്റ് ഉണ്ടാക്കി തരാനും സലീം രാമനാട്ടുകരെ പോലെ യൂത്ത് വിങ്ങിൻ്റെ നേതാക്കന്മാർ നമുക്ക് സഹകരണം ചെയ്തു. അങ്ങനെ ആ ഒരു കാര്യത്തിൽ ചാരിറ്റി ചെയ്യുമ്പോൾ വ്യാപാരികളെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ശ്രീ നാസർ കൈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് ജാബിർ KCN-ആണ്. ഈ സ്വാക്കിൻ്റെ എക്സ്പേർട്ട് മാസ്റ്റർ ബ്രെയിൻ കൂടിയായ നമ്മുടെ എല്ലാമായ ട്രഷറർ ശ്രീ ജാബിർ KCയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാറ്റിലുമുപരി ഈ 1.5 മാസക്കാലം കൊണ്ട് ഈ പ്രവർത്തന മേഖലയിൽ വളരെയധികം ത്യാഗം സഹിച്ചു പ്രവർത്തിച്ച എല്ലാ മെമ്പർമാർക്കും അതോടൊപ്പം തന്നെ ഇതുമായി സഹകരിച്ച എൻ്റെ സഹപ്രവർത്തകർക്കും ഈ പ്രവർത്തനവുമായി സ്വാക്കിൻ്റെ പ്രവർത്തനവുമായി ഊണും ഉറക്കവും വഹിച്ച് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. യോഗം നിയന്ത്രിക്കാൻ ബഹുമാന്യമായ പ്രസിഡന്റ് ശ്രീ മുസ്തഫ വായാട്ട് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച് സർ. ഔപചാരികമായ ഈ ധന്യമേറിയ മുഹൂർത്തത്തിൽ റീറ്റെയിൽ സബ്മിറ്റിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ഏറ്റവും ബഹുമാനായിട്ടുള്ള നമുക്കേറെ പ്രിയങ്കരനായ മുസ്തഫ വാഴാട്ട് അവർ, പ്രസിഡന്റ് സ്വാക് കോഴിക്കോട് ജില്ല. അനുഭവ സമ്പത്ത് കൊണ്ടും കർമ്മനിരതനായ ഒരു സംരംഭകൻ എന്നുള്ള രീതിയിലുമൊക്കെ ചുറുചുറുക്കോടുകൂടിയും അർപ്പണ മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹം ഏതൊരു പ്രവർത്തനത്തെയും നോക്കി കാണാറുള്ളത്. അതിന്റെ ഗുണഭോക്താക്കളാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും. വളരെയേറെ സന്തോഷത്തോടെ സ്വാക്കിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കേറെ ഒരു മാർഗദർശിയായി മുന്നോട്ട് വരുന്ന മുസ്തഫ വാഴാട്ട്, നിറഞ്ഞ കയ്യടികളുമായി അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് അധ്യക്ഷ പ്രസംഗത്തിലേക്കായി. ബഹുമാനപ്പെട്ട ഈ റീറ്റെയിൽ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തപ്പെട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്റ്റേറ്റ് പ്രസിഡന്റ് രാജു അപ്സര സാർ, അതുപോലെ ഇവിടെ ഈ പരിപാടിയുടെ ചീഫ് ഗസ്റ്റായി എത്തപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ സ്വാക്കിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ജോർഫിൻ പേട്ട സാർ, അതുപോലെ ഇവിടെ കീനോട്ട് അഡ്രസ് ചെയ്യുന്ന സ്വാക് ജനറൽ സെക്രട്ടറി സിയാവുദ്ദീൻ, അതുപോലെ വ്യാപാരി വ്യവസായി ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ബാപ്പു ഹാജി, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള ബിസിനസ് ബ്രാൻഡ് ഓണേഴ്സ്, ബ്രാൻഡിൻ്റെ ഒഫീഷ്യൽസ്, സ്വാക്കിൻ്റെ മെമ്പർമാർ, അതുപോലെ സൂപ്പർ മാർക്കറ്റ്, അതുപോലെ റീറ്റെയിൽ ഗ്രോസറി മേഖലയിലുള്ള അതിൻ്റെ ഉടമകൾ, അതുപോലെ ഇത് പഠിക്കാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എംപ്ലോയീസ്, മാനേജർമാർ, ഇത് പഠിക്കാൻ വേണ്ടി വരുന്ന സ്റ്റുഡൻസ്, ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിച്ച സൗത്ത് ഇന്ത്യ റീറ്റെയിൽ എക്സ്പോ 2024 ഇതിൻ്റെ സംഘാടക കോഴിക്കോട് ജില്ലാ സ്വാക്കാണ് ഈ ഒരു പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. സ്വാക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വാഗത പ്രാസംഗികൻ ഹനീഫ് ഖാ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ് കാരണം എന്താ പറയുക, ഇത്രയും പ്രക്ഷുബ്ധമായി എന്നല്ല പറയാം, അല്ലെങ്കിൽ ഈ മത്സരാധിഷ്ഠിതമായ ഈ ഒരു സമയത്ത് എസ്പെഷ്യലി സൂപ്പർ മാർക്കറ്റ് തമ്മിലുള്ള യുദ്ധങ്ങൾ എന്നല്ല പറയുക, പ്രൈസ് വാറും അല്ലെങ്കിൽ വല്ലാത്തൊരു യുദ്ധങ്ങൾ തന്നെയാണ് നടക്കുന്നത്, ഓഫർ യുദ്ധങ്ങൾ. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് മറ്റുള്ളവരെ കാണാൻ പറ്റൂല, അല്ലെങ്കിൽ ഒരു ശത്രുതാ മനോഭാവത്തോട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ സ്വാക്ക് തന്നെ സംഘടന നമ്മൾ കേരളത്തിൽ രൂപീകരിച്ച്, അതുപോലെ അതുമാത്രമല്ല കമ്പനികളുമായിട്ടുള്ള ടേംസും എല്ലാം കൂടിയാണ് ഇത് രൂപീകരിച്ചത്. കോഴിക്കോടേക്ക് ഇത് വരുമ്പോൾ ഇത് വല്ലാത്തൊരു സുഹൃത്ത് വലയമായി മാറിക്കഴിഞ്ഞ് ഇവിടെ ഞാനല്ലോ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നതോടുകൂടി നമ്മളൊരു കോഴിക്കോടൊരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മയായി മാറി. ഈ ബിസിനസ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ സൊല്യൂഷൻ കാണാനും വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയായി ഈ ഒരു സ്റ്റോക്കിൻ്റെ കൂട്ടായ്മയെ ഇവിടെ മാറ്റാൻ കഴിഞ്ഞത് എന്നുള്ളത് ഒരു അഭിമാനകരമായ നിമിഷം തന്നെയാണ്. 2022 നമ്മൾ റീറ്റെയിൽ എക്സ്പോ ആദ്യമായിട്ട് നമ്മുടെ കോഴിക്കോട് ഇവിടെ ഈ ട്രേഡ് സെൻറ്ററിന് സംഘടിപ്പിച്ചത്. ഇത് സംഘടിപ്പിക്കുമ്പോൾ നമുക്കുള്ള ആകെ ഒരു എക്സ്പീരിയൻസ് എന്നതിൽ നിരവധി
എക്സ്പോകൾ പുറത്ത് പോയി കണ്ടിട്ടുള്ളൊരു പരിചയം മാത്രമാണ്, ഇങ്ങനൊരു എക്സ്പോ സംഘടിപ്പിച്ചിട്ടില്ല. അപ്പോൾ പുറത്ത് പോയിട്ട് ഒരുപാട് നമ്മൾ സാധാരണ ഇപ്പോൾ പുറത്ത് പോയി എക്സ്പോ കാണുമ്പോൾ പ്രത്യേകിച്ച് ഈ ഗ്രോസറി റീറ്റെയിൽ മേഖല എക്സ്പോകൾ ഒരുപാടുണ്ട്. ഈ ഗ്രോസറി റീറ്റെയിൽ മേഖല FMCG മേഖലയിലുള്ള എക്സ്പോകൾ കേരളത്തിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. അധികവും ഡൽഹി ആഹാർ ഫെസ്റ്റ്, അതുപോലെ ബോംബെയിലുള്ളത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വിഷൻ്റെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് എക്സ്പോകൾ നടത്താറ്. ഇതുപോലെ വലിയ എക്സ്പോകൾ ഇപ്പോൾ കോഴിക്കോട് എനിക്ക് തോന്നുന്നത് ഈ രണ്ടാമത്തെ എക്സ്പോവും നമ്മൾ തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. ഈ റീറ്റെയിൽ മേഖലയിലുള്ള എക്സ്പോ എന്തിന് എന്നുള്ള ചോദ്യത്തിന് രണ്ട് രീതിയിൽ ഇതൊരു നെറ്റ്വർക്കിംഗ് ആണ്, ആളുകൾ തമ്മിൽ കാണാൻ കൂടിച്ചേരുക. കാരണം സൂപ്പർ മാർക്കറ്റ് മേഖല അല്ലെങ്കിൽ ഏതൊരു റീറ്റെയിൽ മേഖലയും എപ്പോഴും കണക്കാക്കുന്നത് ബ്രാൻഡ് ഓണേഴ്സ് ഒരു വശത്തും അതുപോലെ റീറ്റെയിലേഴ്സും മറുവശത്ത് നിൽക്കുന്ന ഒരു യുദ്ധമാണെന്നുള്ളതാണ്. ബാർഗൈനിങ് യുദ്ധം അല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള. പക്ഷെ അതല്ല, ഇതൊരു കൂട്ടായ്മയിൽ കൂടിയാണ്, അല്ലെങ്കിൽ ജോയിൻ്റ് ആയിട്ടുള്ള വിൻ പോളിസിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ഏതൊരു ഇത് കണ്ടിട്ടുള്ള നെറ്റ്വർക്കിങ്, അങ്ങോട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ കൂടിച്ചേരലുകൾ, അതുപോലെ ഓൾറെഡി ഒരു സ്കെയിലപ്പ് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ വേറെ രീതി ഗ്രോസറി സ്റ്റോറുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് ഒരു സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടി, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ കാണാൻ ഉയർന്ന് ചിന്തിക്കുകയോ അല്ലെങ്കിൽ അത് ഉയർന്ന ബിസിനസ് ചെയ്യുന്ന ആളുകളെ അവർക്ക് നേരിട്ട് കാണാൻ പറ്റുക, അവരോട് സംസാരിക്കാൻ പറ്റുക, അവരുടെ അഡ്രസ്സുകൾ കൈമാറാൻ പറ്റുക, പിന്നീട് ഫ്യൂച്ചറിൽ അവർക്ക് ബിസിനസ് കൊളാബറേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ എക്സ്പോ എന്ന കാര്യങ്ങൾ ലോകത്ത് എവിടെയും സംഘടിപ്പിക്കുന്നത്. എക്സ്പോയിൽ വന്നൊരു സ്റ്റാൾ ഇടുക, അല്ലെങ്കിൽ എക്സ്പോയിൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇന്ന് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു ചില ആൾക്കാർ ചോദിക്കും, ഞാൻ എക്സ്പോയിൽ വന്നുപോയി എനിക്കൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് കഴിഞ്ഞ വർഷമല്ലോ. പക്ഷെ ഞാൻ ചോദിച്ചു എന്താ വെച്ചാൽ ഞാൻ എക്സ്പോ ഇങ്ങനെ ചുറ്റിക്കണ്ട് തിരിച്ചു പോകുന്നു പറഞ്ഞു. പക്ഷേ അതിൽ ഒരു സ്റ്റാളിൽ പോയിട്ട് അവരെ പരിചയപ്പെടുകയോ, അല്ലെങ്കിൽ ബ്രാൻഡ് ഓണർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ലീഡേഴ്സ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ പ്രൊഫഷൻ എന്നുള്ള നിലയിൽ ആ സ്റ്റാളിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു കയ്യും കെട്ടി നിൽക്കുന്നതിലുപരി ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനെ പോയി പരിചയപ്പെട്ട് അവർ ആരാണ്, എവിടെയുള്ള ആൾക്കാരാണ്, അല്ല അവരെന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, ആ ബിസിനസ് പിന്നീട് അവർക്ക് ഫ്യൂച്ചർ ഫോളോ അപ്പ് ചെയ്ത് ബിസിനസ് ആക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് റെഡിക്കും ബ്രാൻഡ് ഓണർ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും സ്റ്റാളിൽ ഒരു കസേലയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നെറ്റ്വർക്കിംഗ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനും ഒരു സൂപ്പർ മാർക്കറ്റ് മേഖലയിൽ തന്നെയാണ്, ഡാമാർട്ട് എന്ന് പറഞ്ഞ ബിസിനസ്സാണ്. അപ്പം ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. എൻ്റെ പല ബിസിനസ്സുകളും എൻ്റെ ഇന്നോവേറ്റീവുള്ള കാര്യങ്ങളും എനിക്ക് ലഭിക്കുന്നത് ഇതുപോലത്തെ പല എക്സ്പോകളിലും പോയി ഇപ്പോൾ 1, 2, 3 എക്സ്പോകൾ കഴിയുമ്പോൾ ഒരു ലീഡ്സ് എനിക്ക് അത് പോസിറ്റീവാക്കി എനിക്ക് മാറ്റാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ആ ലീഡ്സാണ് എൻ്റെ ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ പൊസിഷനിലേക്ക് എന്നെ എത്തിപ്പെട്ടത്. കാരണം വെച്ചാൽ അങ്ങനെ കിട്ടുന്ന ലീഡ്സാണ് എൻ്റെ എക്സ്പോർട്ട് ബിസിനസ്സോ ഇനി അതല്ല എൻ്റെ ഫ്യൂച്ചർ ബിസിനസ്സുകളിലേക്കോ എനിക്കുള്ള ത്രെഡ് കിട്ടുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. എന്ത് തന്നെയാലും ഇന്നത്തെ ഈ ഒരു റീറ്റെയിൽ എക്സ്പോ നിങ്ങളെല്ലാവരും അത് മാക്സിമം യൂസ് ചെയ്ത് നെറ്റ്വർക്കിങ്ങിനും ഈ കാര്യത്തിനും വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. താങ്ക് യു സോ മച്ച് സർ. ഇന്ന് ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ വ്യക്തിത്വം, സ്വാക്കുമായി ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിത്വമാണ്. എന്നതിലുപരി ഒട്ടനവധി ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി ഇത്രയും വലിയൊരു എക്സ്പോയുടെ ഭാഗമാകാൻ, ഈ പ്രദർശന നഗരി സന്ദർശിക്കുകയും വിവിധ സ്റ്റാളുകൾ സന്ദർശിക്കുകയും ഇത്രയും വലിയൊരു വേദിയുടെ ഭാഗമായി റീറ്റെയിൽ സബ്മിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന മികച്ച സംഘാടന പാഠവുമുള്ള ഗവൺമെന്റ് ക്ഷേമനിധി ഓർഡ് ബോർഡിന്റെ വൈസ് ചെയർമാൻ കൂടിയായ, ഏഷ്യയിലെ ഏറ്റവും വലിയ കൂട്ടായ്മയുടെയും സംഘടനയുടെയും ഒക്കെ വക്താവ് കൂടിയായ ബഹുമാനപ്പെട്ട കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാജു അപ്സര അവരുടെ സ്നേഹാദരങ്ങളോടെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക്. ഏറെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ മുസ്തഫ, സ്വാഗത പ്രഭാഷണം നടത്തിയ ശ്രീ ഹനീഫ, ചീഫ് ഗസ്റ്റ് ജോർഫിൻ പേട്ട, ശ്രീ സിയാവുദ്ദീൻ, ശ്രീ ബാപ്പു ഹാജി, ശ്രീ മെഹബൂബ്, ശ്രീ VKC റസാക്ക്, ശ്രീ വിഷ്ണു ആർജി, ശ്രീ മജീദ്, ശ്രീ സലീം രാമനാട്ടുകാർ അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ
രണ്ടാമത്തെ എക്സ്പോ ആണ് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്നത്. വളരെ ഈ മേഖലയ്ക്ക് വളരെ ഗുണപ്രദമായ, വളരെ വിജ്ഞാനപ്രദമായ, കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ടും വിജ്ഞാനപ്രദമായിട്ടും സംഘടിപ്പിച്ച ഈ ജില്ലാ കമ്മിറ്റിയെ, ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റികളിൽ ആദ്യമേ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നമ്മളോടത്തരം ചരിത്ര പാരമ്പര്യമുള്ള മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതാണ് ശരി. കാരണം മനുഷ്യരാശിയുടെ വളർച്ചയ്ക്ക് മനുഷ്യനായി മാറിത്തീർന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നാം സഞ്ചരിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു. നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി നാം സഞ്ചരിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു. ഓരോ പ്രദേശത്തെയും ഭക്ഷണത്തിന് അനുകൂലമായ സാഹചര്യം അനുസരിച്ചായിരുന്നു മനുഷ്യൻ്റെ യാത്ര. അവസാനം നാം കൃഷിയിലേക്ക് ഒരിടത്ത് താമസിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയ കാലം മുതലാണ് മനുഷ്യൻ പുരോഗതിയുടെ ആരംഭത്തിലേക്ക് കുറിക്കുന്നത്. നാം ഈ യാത്രയിൽ ഇവിടം വരെ എത്തുമ്പോൾ ആദ്യം മനുഷ്യൻ എത്തിച്ചേർന്ന കൃഷിയിലാണ്. അതിനോടൊപ്പം തന്നെ ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ വ്യാപാരികളുമായി മാറി. അപ്പം കൃഷിയും വ്യാപാരവുമാണ് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ ഒന്നാം ഘട്ടം. അന്ന് നമുക്ക് ഡോക്ടർമാർ വേണ്ട, എഞ്ചിനീയർമാർ വേണ്ട, ഒരു തരത്തിലുള്ള മറ്റു വിഭാഗങ്ങളും ജനിക്കുന്നതിന് മുമ്പേ, ആരംഭിക്കുന്നതിന് മുമ്പേ തുടങ്ങിയ മനുഷ്യരാശിയുടെ യാത്രയുടെ ആദ്യഘട്ടത്തിലെ വിഭാഗമാണ് കർഷകരും വ്യാപാരികളും. അപ്പം നമ്മളിലൂടെയാണ് മനുഷ്യരാശി ഈ തലത്തിലേക്ക് എത്തിച്ചേർന്നത്. നമുക്കറിയാം, ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചവരാണ് വ്യാപാരി സമൂഹം. നമ്മുടെ ഉൽപ്പന്നങ്ങൾ, പല ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം, ഈ ഉൽപ്പന്നങ്ങൾ നാം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് വിറ്റഴിച്ച് കർഷകരെ സംരക്ഷിച്ച് നിർത്തിയത് വ്യാപാരികളാണ്. ആ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്ന കൈമാറ്റത്തിലൂടെ, അന്ന് നാണയമില്ലല്ലോ, ഉൽപ്പന്ന കൈമാറ്റത്തിലൂടെ ആണ് ഈ മേഖലയിൽ കൃഷിക്കാരെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തിയത്. നമുക്കറിയാം, പിന്നീട് ആയിരക്കണക്കിന് വർഷം വ്യാപാരത്തിലേക്ക് വളർച്ചയുണ്ടായി. നാം നാണയം കണ്ടുപിടിച്ചു, കച്ചവടത്തിൻ്റെ സ്ഥിതി മാറി. നാം 100 ചാക്ക് നെല്ലുമായി പോയി 100 ചാക്ക് മറ്റെന്തെങ്കിലും ഉൽപ്പന്നം വാങ്ങിക്കുന്നതിന് പകരം നമ്മുടെ ഉൽപ്പന്നങ്ങൾ നാണയത്തിലൂടെ ശേഖരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വ്യാപാരം കുറേയും കൂടി ശക്തിപ്പെട്ടു. അങ്ങനെ ശക്തിപ്പെട്ട് മുന്നോട്ട് പോയി നമ്മുടെ ലോകത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. നമുക്കറിയാം, ആളുകളുടെ ആവശ്യങ്ങൾ കൂടി. ഭക്ഷണം മാത്രം പോരാ, നമുക്ക് നാണം മറയ്ക്കണം തുടങ്ങിയ ഒട്ടനവധി ആവശ്യങ്ങൾ മനുഷ്യരാശിക്കുണ്ടായി. അങ്ങനെ തുടർന്ന് വന്ന വ്യത്യാസങ്ങളിലൂടെ ആദ്യമായി 1930 കാലിഫോർണിയയിലാണ് സൂപ്പർ മാർക്കറ്റ് എന്ന സങ്കല്പം ജനിക്കുന്നത്. ആലോചിച്ച് നോക്കണം, 1 നൂറ്റാണ്ട് പോലും ആയിട്ടില്ല നമ്മുടെ വ്യാപാര മേഖല ഇത്തരത്തിൽ വളർന്നു വലുതായിട്ട്. 1930 സൂപ്പർ മാർക്കറ്റ് എന്ന സങ്കല്പം ജനിക്കുമ്പോൾ അന്ന് വലിയ ആകർഷണമുണ്ടായി. കാരണം നമ്മുടെ രാജ്യത്തെ അവസ്ഥയല്ല, കാലിഫോർണിയ കുറെ കൂടെ സാമ്പത്തിക ശേഷിയുണ്ട്, അവിടെ മത്സരങ്ങളുണ്ടായി. അങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റുകൾ വില കുറഞ്ഞ രീതിയിൽ കൊടുക്കാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നത്. കാലിഫോർണിയയിൽ ആദ്യമായി രൂപം കൊണ്ട സൂപ്പർ മാർക്കറ്റിനെ അതിജീവിച്ചുകൊണ്ട് മറ്റൊരു ടീം സൂപ്പർ മാർക്കറ്റുകളുമായി വരികയും സൂപ്പർ മാർക്കറ്റ് എന്ന സങ്കല്പത്തിലേക്ക് ലോക ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങി. അത് ലോകത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കി. നമ്മുടെ രാജ്യത്ത് അത് കടന്നു വന്നില്ല. നമ്മുടെ രാജ്യത്ത് കടന്നു വരുന്നത് 1965-66 കാലഘട്ടങ്ങളിലെ
ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് രാജ്യത്ത് സാമ്പത്തികമായി വാങ്ങൽ ശേഷി മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു. വലിയ സമ്പന്നർക്ക് പോലും സാമ്പത്തികമായി തകർച്ചയിലെത്തി. അപ്പോൾ അവിടുത്തെ സഹകരണാടിസ്ഥാനത്തിൽ നമ്മുടെ ഡൽഹി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് 50 മീറ്റർ മാറി ഒരു സൂപ്പർ മാർക്കറ്റ് സ്ഥാപിച്ചു. വില കുറച്ച് സഹകരണ അടിസ്ഥാനത്തിൽ. അങ്ങനെ 1966 കാലഘട്ടങ്ങളിലാണ് നമ്മുടെ ഭാരത രാജ്യത്ത് സൂപ്പർ മാർക്കറ്റ് എന്നൊരു സങ്കല്പം ഉണ്ടാകുന്നത്. അത് 2002 വരെ തുടർന്നു. ഇന്നും ഡൽഹിയിൽ അത്തരത്തിലല്ലെങ്കിലും ഒട്ടനവധി കച്ചവടക്കാരുള്ള ആ സൂപ്പർ മാർക്കറ്റ് എന്നുള്ള പേരിൽ സൂപ്പർ ബസാർ, ഡൽഹി നിങ്ങൾ സൂപ്പർ ബസാർ എന്ന് കാണുന്നത് 1966 തുടങ്ങിയ സൂപ്പർ മാർക്കറ്റിന്റെ ഭാഗം തന്നെയാണ്. അത് നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത് ശരിക്കും പറഞ്ഞാൽ 1990-ലാണ്. എന്നാലോചിച്ച് നോക്കി നമ്മൾ എത്ര പുറകിലോട്ട് പോയെന്ന്. 1990 വരെ നമ്മുടെ ജനങ്ങളിടയിൽ പലതരത്തിലുള്ള വലിയ വ്യാപാരികൾ അമിത ലാഭം എടുത്തിരുന്നു. ആ അമിത ലാഭത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ കൂടിയാണ് സൂപ്പർ മാർക്കറ്റ് കേരളത്തിൽ തുടങ്ങിയത്. ഇന്നൊരു വലിയ വിപ്ലവമായി മാറിയിരിക്കുന്നു. തീർച്ചയായും ഈ രാജ്യത്തെ പട്ടിണി മാറ്റാനും സാധാരണക്കാർക്ക് ന്യായമായ വിലയ്ക്ക് നൽകുവാനും സൂപ്പർ മാർക്കറ്റുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതിന് മുൻകൈയെടുത്ത നിങ്ങളുടെ പൂർവികർ, നിങ്ങളുടെ പിതാക്കന്മാർ, ഇവരെയൊക്കെ സംസ്ഥാന കമ്മിറ്റി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായേ പറ്റൂ. ആ മാറ്റങ്ങൾക്ക് കക്ഷികളായവർ, കണ്ണികളായവരാണ് നിങ്ങൾ. തീർച്ചയായും നമ്മുടെ രാജ്യം നമുക്കറിയാം കാലഘട്ടത്തിനനുസരിച്ച് മാറിയേ പറ്റും. പണ്ട് കലപ്പയും കർഷകനുമായിരുന്നെങ്കിൽ അത് മാറി, ആ സാഹചര്യം മാറി. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ രാജ്യത്ത് മാറ്റങ്ങൾ വരുത്തണം. അതെല്ലാ കച്ചവടക്കാരും മനസ്സിലാക്കണം. മിതമായ വിലയ്ക്ക് ജനങ്ങൾക്ക് സാധനങ്ങൾ എത്തിക്കുക, അനാവശ്യ മത്സരങ്ങൾ ഒഴിവാക്കുക, നമ്മൾ ഐക്യബോധത്തോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടനയുടെ പ്രസിഡന്റ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ശ്രീ ജോർഫിൻ പേട്ട വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കും. ഞാൻ പലപ്പോഴും അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിലെ സൂപ്പർ മാർക്കറ്റ് രംഗങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ കോട്ടങ്ങളും പരിഹരിക്കുവാൻ അദ്ദേഹം എടുക്കുന്ന എല്ലാ പ്രയത്നങ്ങൾക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അതുപോലെ ഓരോ നേതാക്കളും, നിങ്ങളുടെ ജില്ലയുടെ പ്രസിഡന്റ് വളരെ സമർത്ഥമായി പ്രവർത്തിക്കുന്നു. അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഹനീഫ KM ഏകോപന സമിതിയുടെ കോഴിക്കോട് ജില്ലയുടെ നേതാവാണ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് വേണ്ടി അതിശക്തമായി പ്രവർത്തിക്കുന്ന നേതാവാണ്. ഓരോരുത്തരെടുത്ത് ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തരും, ശ്രീ VKC വ്യാപാരി സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് ഒരു ബോർഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം ഒരു വലിയ വ്യവസായിയാണെങ്കിലും സാധാരണക്കാരായ വ്യാപാരികൾക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം. തീർച്ചയായും നിങ്ങൾക്കൊരു കാര്യം ഞാൻ ഉറപ്പു തരാം, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സൂപ്പർ മാർക്കറ്റ് ഈ സംഘടനയ്ക്ക് ഒരു കാവൽക്കാരനായി നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജോർഫിൻ പേട്ട നിൽക്കുന്നത് പോലെ തന്നെ ഏകോപന സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയും നിങ്ങളുടെ സ്ഥാപനത്തിലെ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു പ്രവർത്തകനായി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം, പക്ഷേ ഇങ്ങനെ എത്തിയാലും രാത്രിയാവും. കാരണം ഇന്നത്തെ എല്ലാ പരിപാടിയും ഞാൻ നിർത്തിവെച്ചിരുന്നതാണ്. കാരണം ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമാണ്. ഇന്നലെ കോട്ടയമാണെങ്കിൽ നാളെ എറണാകുളം, മറ്റന്നാൾ പാലക്കാട്, ഇങ്ങനെ ആണ്. ഇന്നൊരു ദിവസം ആർക്കും പ്രോഗ്രാം കൊടുത്തില്ല. എന്നാൽ ശ്രീ ബാപ്പു ഹാജി, ശ്രീ സലീം രാമനാട്ടുകര, പ്രിയപ്പെട്ട ഹനീഫ, ഇവരെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഇന്ന് എത്തിയതാണ്. എന്നെ പ്രതീക്ഷിച്ച് എൻ്റെ വീട്ടിൽ നിന്നിരിക്കുകയാണ് ആളുകളെല്ലാം. എൻ്റെ ഒരു വിവാഹ വാർഷികം കൂടി ആളുകൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ എന്നാലും ഈ സൂപ്പർ മാർക്കറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത്
വ്യാപാരി സമൂഹത്തിൽ ഒഴിച്ചുകൂടാനൊക്കാത്ത വ്യാപാരികളുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്നത്. കാരണം നാം ഒന്നിച്ച് നിൽക്കണം. നമുക്കറിയാം 2017 കാലഘട്ടങ്ങളിൽ നമ്മൾ ഹർത്താലിനെതിരെ നിലപാടെടുത്തപ്പോൾ ഏറ്റവും ശക്തമായ നിലപാടെടുത്തത് നിങ്ങളാണ്. നിങ്ങളുടെ ശക്തിയാണ് ഏകോപന സമിതി കൊണ്ട് വിജയിപ്പിച്ചത്. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നമ്മളൊരു വ്യാപാര സംരക്ഷണ യാത്ര നടത്തി. അതുമായി ബന്ധിച്ച സമാപനത്തിൽ നമ്മൾ തിരുവനന്തപുരത്തും കൂടി സമാപന സമ്മേളനത്തിൽ കേരളത്തിലെ മുഴുവൻ സൂപ്പർ മാർക്കറ്റുകളും അടച്ചിരുന്നത് സഹകരിച്ചു. തീർച്ചയായും നമ്മൾ രണ്ടല്ല, നമ്മൾ ഒന്നാണ്. ഒറ്റക്കെട്ടായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ എക്സ്പോ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് സർ. അദ്ദേഹത്തിന് വിവാഹ വാർഷികത്തിന്റെ മംഗളാശംസകൾ കൂടി അദ്ദേഹത്തിനും പ്രിയപ്പെട്ട സഹധർമ്മിണിക്കും നമുക്ക് ആശംസകൾ നേരുകയാണ്. കുടുംബ ബന്ധത്തിനും അത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഒരു മനസ്സിനുടമയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. ഇത്രയും തിരക്കുകൾ ഉണ്ടായിട്ട് പോലും ഈ സമയം ഞങ്ങൾക്കായി അനുവദിച്ചു തന്നതിന്, സൗഹൃദത്തിനും ചില മൂല്യങ്ങൾക്കും അദ്ദേഹം വില നൽകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് തന്നെ സ്വാക്കിന്റെ ഭാഗമായി, എക്സ്പോയുടെ ഭാഗമായി ഒരു സ്നേഹോപഹാരം നമ്മൾ അദ്ദേഹത്തിന് കൈമാറുകയാണ്. ഈ ചടങ്ങ് നിർവഹിക്കുന്നതിനായി ബഹുമാനായിട്ടുള്ള കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീ മുസ്തഫ വാഴാട്ട് അവர்களോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയങ്കനായി നമ്മുടെ ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേർന്ന മുഖ്യ അതിഥി കൂടിയായ ശ്രീ രാജു അപ്സര, പ്രസിഡന്റ് KVVS സ്റ്റേറ്റ് കമ്മിറ്റി, അദ്ദേഹത്തിന് ഈ സ്നേഹോപഹാരം സമർപ്പിക്കപ്പെടുകയാണ്. ഏറെ മംഗളകരമായ ഒരു ചടങ്ങിലേക്ക് നമ്മുടെ വിശിഷ്ടാതിഥിയും ഉദ്ഘാടകനും ഈ സ്നേഹ ആദരവ് സമർപ്പിക്കുന്നു. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സ്വാക്കിന്റെ പ്രിയങ്കരനായ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ കൂടിയായ ശ്രീ മുസ്തഫ വാഴാട്ട് അവர்களോട് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ ചടങ്ങിന്റെ സാന്നിധ്യം അറിയിക്കുന്നതിനായി സ്വാക്ക് കോഴിക്കോട് ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഹനീഫ KM അദ്ദേഹത്തെയും ചേർന്ന് നിന്നുകൊണ്ട് ഈ ആദരവ് സമർപ്പിക്കുന്ന വേദിയുടെ ഭാഗമാകാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. ശ്രീ രാജു അപ്സര അവർക്ക് ഞങ്ങളുടെ എല്ലാ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അദ്ദേഹം വാക്കുകളിലും വാചകങ്ങളിലും സൂചിപ്പിച്ച പോലെ തന്നെ ഒന്നിച്ചു നിന്നുള്ള ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളിലൂടെ സ്വാക്കിനോടൊപ്പം KVVS എന്ന ശക്തമായ സംഘടനയും അവരുടെ നിലപാടുകളും കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഊട്ടി ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുക. അദ്ദേഹത്തിന്റെ സമയത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഔപചാരികമായ ഒരു ചടങ്ങിന്റെ മുഖ്യ അതിഥിയും 2 ദിവസങ്ങളിലായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ എക്സ്പോ നാട മുറിച്ചുകൊണ്ട് അതിന്റെ പ്രദർശന നഗരിയുടെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട സ്വാക്ക് സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജോർഫിൻ പേട്ട അവர்களാണ്. നമ്മുടെ മുഖ്യ അതിഥി നമ്മളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സന്തോഷം അഭിമാനപൂർവ്വം തന്നെ സ്വാക്കിന്റെ എല്ലാ ഭാരവാഹികളും എല്ലാ അഭ്യുദയകാംക്ഷികളും ചേർന്ന് നിന്നുകൊണ്ട് വലിയൊരു കയ്യടികളോട് കൂടി തന്നെ ആത്മാഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ ഈ നിമിഷത്തിൽ ബഹുമാനായ ശ്രീ ജോർജ് പേട്ട അവർ നമ്മളോട് സംസാരിക്കുകയാണ്. ജോഫിൻ സാറിന് വാക്കുകൾ കേൾക്കാം. വേദിയിലിരിക്കുന്ന രാജു അപ്സര, സിയാവുദ്ദീൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. രാജു അപ്സരയെ പറ്റി പറയുകയാണെങ്കിൽ ഇനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ ട്രേഡ് ഓർഗനൈസേഷൻ്റെ തലപ്പത്ത് വളരെ നേതൃത്വപാഠത്തോടുകൂടി ഭരിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം ഈ സദസ്സിലേക്ക് വന്നതിലും ഉദ്ഘാടനം ചെയ്തതിലും അഭിനന്ദിക്കുന്നു. പിന്നീട് ആദ്യമായി ഈ എക്സ്പോ ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു. അതിൻ്റെ പ്രസിഡന്റ് ശ്രീ മുസ്തഫയും സെക്രട്ടറി ഹനീഫയും ട്രഷറർ ജാബിറിനെയും പ്രത്യേകം അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. ഇതിൻ്റെ ആശംസകൾ പറയുമ്പോൾ ഈ എക്സ്പോ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പലർക്കും ഒരു ആശയക്കുഴപ്പമുള്ളൊരു കാര്യമാണ്. കാരണം ഇന്ന് ഈ സൂപ്പർ മാർക്കറ്റ് മേഖല പുറമേ നിന്ന് കാണുമ്പോൾ അതെ ഷംസുദ്ദീൻ പറഞ്ഞ പോലെ പുറമേ നിന്ന് കാണുമ്പോൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു മേഖലയായിട്ട് തോന്നാം. പക്ഷെ വളരെ പരിതാപകരമാണ് ഇന്ന് ഈ സൂപ്പർ മാർക്കറ്റ് മേഖല.
ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ 60% സൂപ്പർ മാർക്കറ്റുകളും കഷ്ടി നടത്തിക്കൊണ്ട് പോകാവുന്ന അവസ്ഥയിൽ മാത്രമാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഒരു സേഫ് സോണിൽ നടത്തിക്കൊണ്ട് 60% സൂപ്പർ മാർക്കറ്റുകളും സേഫ് സോണിലല്ല നടത്തിക്കൊണ്ട് പോകുന്നത്. 20% മാത്രമേ സൂപ്പർ മാർക്കറ്റ് പ്രോഫിറ്റബിളായിട്ട് പോകുന്നുള്ളൂ. വലിയ സൂപ്പർ മാർക്കറ്റുകൾ കുറച്ച് ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം സൂപ്പർ മാർക്കറ്റുകളിൽ നടത്തിക്കൊണ്ട് പോകാൻ നല്ലപോലെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ പോകുന്നത്. 20% സൂപ്പർ മാർക്കറ്റുകൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. ആ അവസ്ഥയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം വർദ്ധിച്ചു വരുന്ന നമ്മളുടെ ദൈനംദിന ചെലവുകളാണ്. ഇന്നിപ്പോൾ പഴയ പോലെ നമുക്ക് സാലറി ജോലിക്കാർക്ക് കൊടുക്കുന്ന ശമ്പളമൊന്നും ചെറിയതിലൊന്നും കൊടുത്താൽ പോരാ. നല്ല ശമ്പളം കൊടുക്കണം, നല്ല വാടക കൊടുക്കണം, നല്ല ഇലക്ട്രിസിറ്റിയുടെ ചിലവുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നോക്കുമ്പോൾ ഏതാണ്ട് നമ്മുടെ ടേൺ ഓവറിൻ്റെ 14 തുടങ്ങി 16% വരെ ചെലവ് വരുന്ന കാലഘട്ടത്തിൽ കൂടെയാണ് ഇപ്പം നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അത് മുട്ടാനായിട്ട് വേണ്ടുന്ന മാർജിനുകൾ ഇന്ന് പല FMCG കമ്പനികളും നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് തരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ സൂപ്പർ മാർക്കറ്റുകൾ ഒരു നഷ്ടത്തിൽ പോകുന്നതും അല്ലെങ്കിൽ കഷ്ടി നടത്തിക്കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുന്നതും ഉള്ള അവസ്ഥ അങ്ങനെയാണ് വരുന്നത്. ഇതുപോലുള്ള എക്സ്പോകൾ നടത്തുമ്പോൾ നമ്മൾ ഈ FMCG കമ്പനികളുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും നമ്മളുടെ ബുദ്ധിമുട്ടുകളും നമ്മളുടെ വിഷമങ്ങളും അവരോട് പറയാനും കൂടുതൽ മാർജിനുകൾ എന്ന് പറഞ്ഞാൽ അമിത മാർജിനല്ല ഉദ്ദേശിക്കുന്നത്. ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള മാർജിനുകൾ ഈ കമ്പനികളോട് ചോദിക്കാനും ഉള്ള ഒരു വേദിയായിട്ടും അവസരവുമായിട്ടും നമ്മൾ ഈ എക്സ്പോകളെ കാണണം. അങ്ങനെ വേണം നമ്മൾ. ഇതിപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ഈ എക്സ്പോയിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. അവരും എല്ലാം കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ഈ സൂപ്പർ മാർക്കറ്റ് മേഖലയെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് അവരുടെയും കൂടി ആവശ്യമാണ്. അതല്ലെങ്കിൽ ക്രമേണ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ അല്ലെങ്കിൽ നാഷണൽ ചെയിൻസ്, വലിയ ഭീകരന്മാരെ ഈ മേഖലയെ കീഴടക്കി നാളെ അവരുടെ ചൊൽപ്പടിക്ക് ഈ FMCG കമ്പനികൾ നിൽക്കേണ്ട ഒരവസ്ഥ വരും. അതിലും ഭേദം നമ്മളെപ്പോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടുന്ന മാർജിനുകൾ കൊടുത്ത് നമ്മളെ സംരക്ഷിക്കുക, നമ്മൾക്ക് വേണ്ട സപ്പോർട്ടുകൾ തരിക. അതാണ് ശരിക്ക് FMCG കമ്പനികൾ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള എക്സ്പോകൾ നടത്തുമ്പോൾ ആ കമ്പനികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നല്ലപോലെ ഉപയോഗപ്പെടുത്തി നമ്മളും നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവരോട് പറയാനുള്ള വേദി കൂടി ആക്കി ഈ എക്സ്പോകൾ മാറ്റണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എക്സ്പോയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. അദ്ദേഹത്തിന് ഒരു സ്നേഹാദരവ് സമർപ്പിക്കപ്പെടുകയാണ്. ഉപഹാരം സമർപ്പിക്കുന്നതിനായി ബഹുമാനായിട്ടുള്ള ജനറൽ സെക്രട്ടറി സ്വാക് കോഴിക്കോട് ഡിസ്ട്രിക്ട് ശ്രീ ഹനീഫ KM അവர்களോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ചടങ്ങിന്റെ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റായി എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ ഈ പ്രദർശനത്തിന്റെ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും കൂടി ചെയ്ത സ്വാക് സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ജോർഫിൻ പേട്ട അവർക്കുള്ള ഉപഹാര സമർപ്പണം കൈമാറുകയാണ് വളരെയേറെ സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച് സർ. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും ഒക്കെ നമുക്ക് എന്നും ഒരു ആകർഷണം തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി ഈ വേദി വളരെയേറെ വിജയകരമാക്കുന്നതിനായി ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഒരു വലിയ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം എത്തിച്ചേർന്നതിന് പ്രത്യേകമായി നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സൂപ്പർ മാർക്കറ്റ് മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു റീറ്റെയിൽ സബ്മിറ്റ് ആണ്. ഈ റീറ്റെയിൽ സബ്മിറ്റിന്റെ ഏറ്റവും കാതലായ ഭാഗം പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു റീറ്റെയിൽ കോഴ്സിന്റെ ലോഞ്ചിങ് കർമ്മം എന്ന് പറയുന്ന ചടങ്ങിന് അതീവ പ്രസക്തിയും പ്രാധാന്യമുണ്ട്. ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും, കാലങ്ങളായി ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു റീറ്റെയിൽ കോഴ്സ് എന്ന് പറയുമ്പോൾ കൃത്യമായി ഇനി മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ ബിസിനസ്സിനെ എങ്ങനെ ഗുണപ്രദമായ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് സക്സസ്ഫുൾ ആക്കാം
എന്നതിനെക്കുറിച്ച് വെറും 6 മാസക്കാലം മാത്രമുള്ള പ്രായപരിധി ഒന്നും തന്നെ ഇല്ലാത്ത വളരെ ഉപകാരപ്രദമായ ജെനുവിനായ ഒരു കോഴ്സ് നമ്മൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്യുകയാണ്. അതിൽ ഏത് പ്രായത്തിലുള്ളവർക്കും ആ കോഴ്സിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം, ആ കോഴ്സ് സക്സസ്ഫുൾ ആക്കാം. അത് നമ്മുടെ ഭാവി ജീവിതത്തിനും ഇനി അങ്ങോട്ടുള്ള ബിസിനസ്സിലേക്കും ഒക്കെ നമ്മുടെ മാനേജ്മെന്റിനും വലിയ രീതിയിൽ അത് ഗുണപ്രദമാകുമെന്ന പ്രതീക്ഷയാണ്. ഈ ചടങ്ങ് ഇവിടെ നിർവഹിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത് KVVSന്റെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ്, കോഴിക്കോടിന്റെ ബഹുമാനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ ബാബു ഹാജി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്നേഹാദരങ്ങളോട് ക്ഷണിക്കാം. 2 വാക്ക് ഞങ്ങളോട് സംസാരിക്കണമെന്നൊരു ആഗ്രഹം കൂടി ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്വാക്കിന്റെ പ്രതിനിധികളോടുമായിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ്. ബഹുമാന്യ അധ്യക്ഷൻ, സ്വാക്കിൻ്റെ കോഴിക്കോട് ജില്ലയുടെ പ്രസിഡന്റ് മുസ്തഫ, വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകനായ രാജു അപ്സര, മറ്റ് വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു വലിയ പദ്ധതിയാണ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് നമ്മളുടെ സൂപ്പർ മാർക്കറ്റ് മാത്രമല്ല, വ്യാപാര മേഖലയിൽ യോജിച്ച തൊഴിലാളികൾ, യോഗ്യരായ തൊഴിലാളികളെ കിട്ടാൻ വളരെ പ്രയാസമുള്ള കാലഘട്ടമാണ്. പണ്ട് കാലത്ത് ജോലിക്ക് ഒരാളെന്ന് പറഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസം പോലും ആവശ്യമില്ല. ഇന്ന് നമ്മൾ ജോലിക്ക് എടുക്കുന്നത് അത് ടെക്നോളജി പഠിച്ചവരായിരിക്കണം, അവരതിൻ്റെ യോഗ്യരായിരിക്കണം. ആ യോഗ്യരായ അവരെ പഠിപ്പിക്കാൻ, പ്രത്യേകിച്ച് നമ്മളുടെ കച്ചവട രംഗത്ത് വരുന്ന സ്റ്റാഫുകളെ ഒരു മൊറാലിറ്റി ട്രെയിനിങ് അവർക്ക് നിർബന്ധമാണ്. ഒരു പെരുമാറ്റ രൂപം പഠിക്കണം. ഒരു കച്ചവട സ്ഥാപനത്തിലേക്ക് കയറി വരുമ്പോൾ അവിടേക്ക് അവരോട് പെരുമാറാനുള്ള രൂപം പഠിപ്പിക്കുന്ന ഒരു ആ തരത്തിൽ, അതുപോലെ മറ്റുള്ള ഉൽപ്പന്നങ്ങളെ പറ്റി പഠിക്കാൻ അതിനൊക്കെ കോഴ്സ് നടത്തി, ഒരു സർട്ടിഫൈഡ് കോഴ്സ് നടത്തി അതിൽ നിന്നും നമുക്ക് 100% പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ കഴിയും എന്നുള്ളത് കേരളത്തിലെ മൊത്തം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം, വെറും സൂപ്പർ മാർക്കറ്റല്ല, എല്ലാ മേഖലയിലും നമുക്കത് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി ഈ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഏറെ പ്രയാസങ്ങൾ ഇവിടെ കയറി വന്നപ്പോൾ കേട്ട അനുഭവ കഥകൾ കേട്ടിരുന്നു. ആ കഥകളിൽ വ്യാപാര രംഗത്തുള്ള പ്രതിസന്ധികളെ പറ്റിയാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഏറെ പ്രതിസന്ധികൾ നേരിടുന്ന വ്യാപാര മേഖലയിൽ ഇപ്പോൾ കുടത്തിലെ ഭൂതത്തിനെ തുറന്നു വിട്ടിട്ടുണ്ട് സർക്കാർ. ഓണം വരുമ്പോൾ കുറേ ഭൂതങ്ങൾ ഇപ്പം നാട്ടിൽ കറങ്ങി നടക്കുകയാണ്. നമുക്ക് ഓരോ വ്യാപാര രംഗത്തും നോക്കിയാൽ അറിയാം. ലീഗൽ മെട്രോളജി ആയിട്ടും GST ആയിട്ടും ഫുഡ് സേഫ്റ്റി ആയിട്ടും മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഓണ കളക്ഷൻ, കാരണം ഗവൺമെൻറ്റിന് ഓണത്തിൻ്റെ ബോണസ് കൊടുക്കണം, ഇൻസെൻറ്റീവ് കൊടുക്കണം, ശമ്പളം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, അതിനൊക്കെ പണം വേണം. പെട്ടെന്ന് ഒരു ഫണ്ട് സംഘടിപ്പിക്കണമെങ്കിൽ കുറേ ആളെ തുറന്നുവിട്ട്, ഉദ്യോഗസ്ഥന്മാരെ തുറന്നുവിട്ട് നമ്മളുടെ കടയിൽ കയറി നിരങ്ങുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ പുതിയൊന്നും കൂടി പറയാം, സൂപ്പർ മാർക്കറ്റിന് മാത്രം ബാധിക്കുന്നൊരു വിഷയം കൂടി പറയാം. ഈ ഉൽപ്പന്നങ്ങൾക്ക് ഗ്രാമിൻ്റെ വില നോട്ട് ചെയ്യണമെന്ന, ഉൽപ്പന്നങ്ങളുടെ ഒരു 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണെങ്കിൽ, 1 കിലോയുടെ ഒരു പാക്കറ്റാണെങ്കിൽ 1 ഗ്രാമിന് എത്ര, അത് ഒരു കാൽക്കുലേറ്ററിൽ നോക്കിയാൽ പോരെ. പക്ഷേ അതിൻ്റെ മുകളിൽ അത് പ്രിൻ്റ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ 10,000 മുതൽ 30,000 രൂപ വരെ പിഴ ചുമത്തുന്ന ഒരു പദ്ധതി കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ വെച്ചാൽ സർക്കാരിൻ്റെ മറ്റ് പണം ഇല്ലാഞ്ഞിട്ടാണ്, ഖജനാവ് കാലിയാണ്. അതിനുള്ള എല്ലാ ശിക്ഷയും അനുഭവിക്കേണ്ടത് നമ്മളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ഇത് എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും തീർച്ചയായും ഈ ഒരു റീറ്റെയിൽ കോഴ്സ് വളരെ ഉപകാരപ്രദമാകും. ഇമോറി ബി സ്കൂളാണ് ഡിപ്ലോമ ഇൻ റീറ്റെയിൽ മാനേജ്മെന്റ് എന്ന 6 months കോഴ്സ് ഇന്നിവിടെ ലോഞ്ച് ചെയ്യപ്പെടാൻ പോകുന്നത്. സോ യു ഓൾസോ ഇൻവൈറ്റ് മിസ്റ്റർ ജാബിർ മൊയ്തു EK ആൻഡ് മുഹമ്മദ് അലി K, ഈ ടീമിന്റെ ഡയറക്ടേഴ്സ് ആണ്. അവർ രണ്ടുപേരെയും നമുക്ക് വേദിയിലേക്ക് ഹൃദയപുരസ്സരം ക്ഷണിക്കാം, സ്വാഗതം ചെയ്യാം. ഔപചാരികമായ ഈ ചടങ്ങിന്റെ ലോഞ്ചിങ് കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ശ്രീ ബാബു ഹാജി KVVS ഡിസ്ട്രിക്ട് പ്രസിഡന്റ് കോഴിക്കോട് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്.
സോ ലോഞ്ചിങ് കർമ്മത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇമോറി ബി സ്കൂൾ ഡിപ്ലോമ ഇൻ റീറ്റെയിൽ മാനേജ്മെന്റ് 6 മാസക്കാലത്തെ റീറ്റെയിൽ ബിസിനസിനെ സക്സസ്ഫുൾ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുന്ന ഒരു കോഴ്സ് നമ്മളിവിടെ ലോഞ്ച് ചെയ്യുകയാണ്. ബഹുമാനായ KVVSന്റെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലയുടെ ആരാധനായ പ്രസിഡന്റ് ശ്രീ ബാപ്പു ഹാജിയോട് അവർക്ക് അഭ്യർത്ഥിക്കുകയാണ് ലോഞ്ചിങ് കർമ്മം നിർവഹിക്കുന്നതിനായി. ഓവർ ടു യു സർ. ഡിപ്ലോമ ഇൻ റീറ്റെയിൽ മാനേജ്മെന്റ് 6 months കോഴ്സിന്റെ ലോഞ്ചിങ് കർമ്മമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ ബാപ്പു ഹാജി അവർകൾ, KVVS ഡിസ്ട്രിക്ട് പ്രസിഡന്റ്, കോഴിക്കോട്. നമുക്കതൊരു സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടികളോട് കൂടി തന്നെ ഈ ഒരു വലിയ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഇമോറി ബി സ്കൂളിന്റെ ടീം മെമ്പേഴ്സിന് കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുന്ന ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് എവരിബഡി. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച്. സ്വാഭാവികമായിട്ടും ഈ കോഴ്സിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകൾ അറിയാനുള്ള ഒരു ആഗ്രഹം ഈ സദസ്സിലുണ്ടായിരിക്കും. എല്ലാവരും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഡയറക്ടറായ ശ്രീ ജാബിർ മൊയ്തു അദ്ദേഹം നമ്മളോട് 2 വാക്ക് സംസാരിക്കുകയാണ്. ഈ കോഴ്സിന്റെ മറ്റെല്ലാം ഡീറ്റെയിൽഡ് വേർഷൻ നിങ്ങൾക്ക് ഇവരോട് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. റീറ്റെയിൽ ബിസിനസ് രംഗത്ത് ഏറ്റവും കൂടുതൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന 6 മാസത്തെ ഈ ഒരു കോഴ്സ്, അത് വളരെ ജെനുവിനായി ഇന്നിവിടെ ലോഞ്ച് ചെയ്യപ്പെട്ടത് ഒരുപാട് പേർക്ക് പുതിയ പ്രതീക്ഷയാണ്. ശ്രീ ജാബിർ മൊയ്തു നമ്മളോട് സംസാരിക്കുകയാണ്. ഓവർ ടു യു. ആദ്യമായി ഈ ഒരു ചടങ്ങിൽ ഇങ്ങനെ ഒരു അവസരം തന്നതിന് സ്വാക്കിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും അധികം നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്, അതല്ലെങ്കിൽ റീറ്റെയിൽ സെക്ടറിൽ കുറേ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസാണ് ഇവിടെ നമ്മൾ കാണുന്ന പല കമ്പനികളും ജന്മമെടുത്തിട്ടുള്ളത്. അത് നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി പണ്ട് മില്ലിൽ പോയിട്ട് പൊടിച്ചു കൊണ്ടുവരുന്നതിന് പകരം നമുക്ക് പാക്കറ്റിൽ കൊണ്ടുത്തന്ന അജിമി ആയാലും ടേസ്റ്റി ഫുഡ് ആയാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് കമ്പനികളാണെങ്കിലും അവർ അതിനുള്ളൊരു സൊല്യൂഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതേപോലെ റീറ്റെയിൽ സെക്ടറിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ട്രെയിൻഡ് അതല്ലെങ്കിൽ മാനേജേഴ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യാണ് ഓണേഴ്സ് മൈൻഡിലുള്ള എംപ്ലോയീസിനെ കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ഓണേഴ്സ് മൈൻഡിലുള്ള എംപ്ലോയീസ് ആവുന്നില്ല എന്നുള്ളത് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമോറി ബി സ്കൂളും അതേപോലെ സ്വാക്കും കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനൊരു ഡിപ്ലോമ ഇൻ റീറ്റെയിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന റീറ്റെയിൽ സെക്ടറിൽ ട്രെയിൻഡ് ആൻഡ് സ്കിൽഡ് എംപ്ലോയീസിനെ എല്ലാ റീറ്റെയിൽ സെക്ടറിലും അഥവാ A-Z നമ്മൾ സൂപ്പർ മാർക്കറ്റ് ആയാലും ഹൈപ്പർ മാർക്കറ്റ് ആയാലും അതർ റീറ്റെയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, കാരണം ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു സെക്ടറാണ് റീറ്റെയിൽ സെക്ടർ. 2018 മുതലോ അതല്ലെങ്കിൽ 2010 മുതലുള്ള ആ ഒരു റേഷ്യോ പരിശോധിച്ച് കഴിഞ്ഞാൽ റീറ്റെയിൽ സെക്ടർ ഇനി ഒരു 2030 അല്ലെങ്കിൽ 34 ലോകത്തിലെ ഏറ്റവും വലിയ സെക്ടറായിട്ട് റീറ്റെയിൽ സെക്ടർ മാറും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ പറയുന്നില്ല. തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അവസരം വിനിയോഗിക്കാൻ തന്നതിന് സ്വാക്കിനോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു കോഴ്സാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളിതിൽ അഡ്മിഷൻ എടുക്കണമെന്നുള്ളത് തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. അത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നമ്മളത് പഠിച്ചിരിക്കണം. ഈ വേദിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പ്രത്യേകിച്ചും അതിനെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിനായി സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന പ്രിയങ്കരനായ ഞങ്ങളുടെ സ്വാക് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സിയാവുദ്ദീൻ KA അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ബഹുമാനപുരസ്സരം ക്ഷണിക്കുകയാണ് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിനായി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുസ്തഫ, സ്വാക്കിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ജോർഫിൻ പേട്ട, വളരെയധികം തിരക്കുകളുണ്ടായിട്ടും സ്വാക്കിൻ്റെ ഈ എക്സ്പോയിൽ പങ്കെടുക്കുവാൻ ആലപ്പുഴയിൽ നിന്നും ഇവിടെ എത്തി നമുക്ക് എല്ലാവിധ എന്താണ് സൂപ്പർ മാർക്കറ്റ്, എന്നാണ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയതെന്ന് തുടങ്ങി എല്ലാം പറഞ്ഞു തന്നുകൊണ്ട് നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരക്ക് മൂലം പോയ രാജു അപ്സര KVSൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. ഇന്നിവിടെ ഇരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കും നമുക്കിതെല്ലാം അറിയാം എന്നുള്ള. ഞാൻ ഇതിനു മുമ്പുള്ള
സംസാരത്തിലും പറഞ്ഞതാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അപ്ഡേഷനുകളിലേക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ 2000 കാലഘട്ടങ്ങളിൽ സത്യം പറഞ്ഞാൽ ഈ വാണിജ്യ നഗരം, കാരണം ഇവിടെ അറബികൾ വന്നിരിക്കുന്നത് കച്ചവടത്തിനാണ്, പോർച്ചുഗീസ് വന്നത് ഇവിടെ കച്ചവടത്തിനാണ്, ബ്രിട്ടീഷുകാർ വന്നത് കച്ചവടത്തിനാണ്. എല്ലാവരും കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. നമ്മളും ഇതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഈ കച്ചവടത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മളെക്കാൾ മുമ്പ് നമ്മളുടെ പൂർവികർ മനസ്സിലാക്കുകയും അതിനുശേഷം കാലാകാലങ്ങളായി ഏത് രീതിയിലെല്ലാം കച്ചവടം ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ കച്ചവടം ചെയ്തു എന്ന് നമ്മുടെ KVS-ന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് രാജു അപ്സര നമുക്ക് പറഞ്ഞു തന്നു. അരി കൊടുത്ത് പയർ വാങ്ങുന്നതും, പയർ കൊടുത്ത് മറ്റു ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതും, അങ്ങനെ അതിൽ നിന്ന് വസ്തുക്കൾ വിറ്റ് പൈസ വാങ്ങുന്ന രീതിയിലേക്ക് വരികയും അവിടെ നിന്ന് ബാങ്കുകളും മറ്റു ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും വന്നു. അതും ഒരു ബിസിനസ്സായി മാറി. അങ്ങനെ പല രീതിയിലുള്ള ബിസിനസ്സുകൾ നമ്മളുടെ ഇന്ത്യയിൽ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു 10 കൊല്ലം മുമ്പ് നമ്മളുടെ ഈ ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് നമുക്കറിയില്ല. എന്താണ് ഓൺലൈൻ ബിസിനസ്? ഇന്ന് വീട്ടിലിരുന്ന് ഒരു സാധനം ഓർഡർ ചെയ്താൽ അരമണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തുന്ന സ്ഥിതിയിൽ, ഇപ്പൊ എറണാകുളത്തൊക്കെ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്താൽ 1 മണിക്കൂറിനുള്ളിൽ സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കും. ഇതും ബിസിനസ്സാണ്. എന്നാൽ ആധുനിക ബിസിനസ്സിൽ നമ്മൾ പുറംതിരിഞ്ഞ് നിന്നുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ വളർത്താമെന്ന് കരുതിയാൽ ഒരിക്കലും നമുക്ക് അതിലേക്ക് എത്താൻ കഴിയില്ല. ഇന്നത്തെ ബിസിനസ് മേഖല മാറ്റം വരുന്നതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. നമ്മളൊരു കസ്റ്റമർ വന്നാൽ ആ കസ്റ്റമർക്ക് എന്താണ് ആവശ്യം, അയാളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമ്മളുടെ സ്റ്റോറുകളിൽ ആ സാധനങ്ങൾ നിറച്ചു വെക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പഠനം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. കാരണം കോഴിക്കോട് ടൗണിൽ പോകുന്ന ഉൽപ്പന്നങ്ങളായിരിക്കില്ല തൊട്ടടുത്തുള്ള മുക്കം ടൗണിൽ പോകുന്നത്, അല്ലെങ്കിൽ പേരാമ്പ്രയിൽ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഗ്രാമത്തിന്റെ, അല്ലെങ്കിൽ ഒരു പട്ടണത്തിന്റെ, അല്ലെങ്കിൽ ഒരു ചെറിയ ടൗണിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ, അല്ലെങ്കിൽ ബിസിനസ്സിനെ കാണുവാൻ. ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മളുടെ സ്ഥാപനത്തിലെ ബിസിനസ്സിനെ വളർത്തുന്നത്. ആ ഒരു മേഖലയിൽ ആവശ്യമില്ലാത്ത ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ കടയിൽ നിറച്ചു വെച്ചിട്ട് കാര്യമില്ല. എന്നാൽ ആ ഒരു പ്രദേശത്തിന് ആവശ്യമായ സാധനങ്ങളായിരിക്കണം നമ്മുടെ കടകളിൽ ഉണ്ടാവേണ്ടത്. വില കുറച്ച് വിറ്റ് കോമ്പറ്റീഷൻ നടത്തുന്നതിലല്ല നമ്മൾ കാണേണ്ടത്, നമ്മൾ കസ്റ്റമറെ നമ്മളിലേക്ക് അടുപ്പിക്കാനുള്ള എന്താണ് മാർഗങ്ങൾ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓഫറുകളാണോ നമ്മളുടെ കസ്റ്റമറെ അടുപ്പിക്കേണ്ടത്? ഓഫറുകൾ ഇന്ന് റിലയൻസ് പോലെയുള്ള, അല്ലെങ്കിൽ പല മൾട്ടിനാഷണൽ കമ്പനികളും ഇന്ന് സ്ഥിരമായിട്ട് നടത്തി പോകുന്നൊരു സംഗതിയാണ് ഓഫറുകൾ. ഈ ഓഫറുകളാണോ നമ്മളുടെ കസ്റ്റമറെ നമ്മളിലേക്ക് അടുപ്പിച്ച് നിർത്തുന്നത്? തൊട്ടടുത്ത് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാൽ ഉടനെ തന്നെ നമ്മളുടെ നെഞ്ചിടിപ്പ് തുടങ്ങും. എൻ്റെ കച്ചവടം നഷ്ടപ്പെടുമോ എന്നുള്ള വേദന, അല്ലെങ്കിൽ ആവലാതി നമ്മളുടെ മനസ്സുകളിൽ വരും. ആ ആവലാതി ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളുടെ ഷോപ്പുകളിൽ നമ്മളുടേതായിട്ടുള്ള കസ്റ്റമറെ ഉണ്ടാക്കുവാനുള്ള ശ്രമം നമ്മൾ നടത്തണം. അത് ഏത് രീതിയിലാണ് നടത്തേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഏത് രീതിയിൽ നമ്മുടെ കസ്റ്റമറെ നമ്മളോട് അടുപ്പിച്ച് നിർത്താം, അതിന് നമ്മൾ നമ്മളുടെ കടകളിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയും കസ്റ്റമർ കെയർ എന്നുള്ള ഒരു കസ്റ്റമറെ അറിയുകയും ആ കസ്റ്റമറിന് വേണ്ട സാധനങ്ങൾ എന്ത്, അവൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി അവനിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ആ കസ്റ്റമർ ഒരിക്കലും നമ്മളിൽ നിന്ന് പോകില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ റിലയൻസ് വന്നാലോ, അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികൾ വന്നാലോ, ഏത് വൻകിടക്കാരൻ വന്നാലും ആ കസ്റ്റമർ നമ്മുടെ കയ്യിൽ തന്നെ വരും എന്നുള്ള ഒരു ഉറപ്പ് കസ്റ്റമറിൽ നിന്ന് നമ്മൾ എടുക്കുകയും ആ കസ്റ്റമറോടുള്ള സർവീസിലൂടെ നമ്മൾ നേടിയെടുക്കുകയും ചെയ്യണം. അവിടെയാണ് നമ്മുടെ ബിസിനസ് വിജയിക്കേണ്ടത്. അതിന് പല മാർഗങ്ങളുണ്ട്. ഇപ്പൊ ആധുനിക സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെ, അതുപോലെ
പുതിയ പുതിയ മാർഗങ്ങൾ വരുന്നതനുസരിച്ച് നമ്മൾ ഷോപ്പുകളെ അപ്ഡേറ്റ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരുവാനും നമ്മൾക്ക് കഴിയും. അപ്പൊ ഇത്തരത്തിൽ മാറ്റങ്ങൾ എന്താണോ സമൂഹത്തിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് മേഖലയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വാണിജ്യ മേഖലയിൽ സംഭവിക്കുന്നത് എന്ന് പഠിച്ചുകൊണ്ട് ആ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമേ അടുത്ത കാലങ്ങളിൽ നമ്മളുടെ കച്ചവടം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. കസ്റ്റമറുടെ ആവശ്യങ്ങൾ പലതാണ്. പണ്ട് വിലക്കുറവിന്റെ പേരിൽ 100ഉം 150ഉം പേരും ക്യൂ നിന്ന് സാധനം വാങ്ങിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇന്ന് കസ്റ്റമർക്ക് സമയമില്ല. ഇന്ന് സമയത്തിനായി, അന്ന് പൈസക്കാണ് വിലയെങ്കിൽ ഇന്ന് സമയത്തിനായി വിലയായി മാറിയിരിക്കുന്നു. എത്രയും വേഗം ഒരു സാധനം വാങ്ങിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ആ സമയം വളരെ വില കൂടിയിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ കടകളിൽ വൈകുന്നേര സമയമായാൽ നമ്മളുടെ സൂപ്പർവൈസർമാരെയും മാനേജർമാരെയും അകത്തെ ഓഫീസ് മുറികളിൽ ഇരുത്താതെ, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നതാണെങ്കിൽ നമ്മളും ഓഫീസിലിരിക്കാതെ നമ്മൾ ഈ കൗണ്ടറിൻ്റെയും അവിടുത്തെ സർവീസിൻ്റെയും, അവിടെ പ്രായമായവർ വന്നാൽ അവരുടെ ബാഗിൽ സാധനങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുള്ള സർവീസ് പരമായിട്ടുള്ള കാര്യങ്ങൾ വരെ കസ്റ്റമറെ പഠിപ്പിച്ചുകൊണ്ട്, നമ്മുടെ സ്റ്റാഫിനെ പഠിപ്പിച്ചുകൊണ്ട് നമ്മളുടെ കസ്റ്റമറെ നമ്മളോട് അടുപ്പിച്ച് നിർത്താൻ നമ്മൾ ശ്രമിക്കണം. അടുത്ത കാലഘട്ടങ്ങളിൽ വരാൻ പോകുന്ന അനവധി മത്സരങ്ങൾക്ക് ഇതെല്ലാം ഒരു പരിഹാരമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വീണ്ടും ഞാൻ പറയുന്നു, നമ്മളുടെ കടകളിലെ കസ്റ്റമർ കെയർ കൂട്ടണം. നമ്മളുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കടയിൽ വെക്കുമ്പോൾ ഓഫർ എന്ന് കേൾക്കുമ്പോൾ എടുത്തു വെക്കാതെ ആ പ്രോഡക്റ്റ് നമ്മുടെ കടകളിൽ പോകുമോ, അല്ലെങ്കിൽ ഒരു മാസം ഇത് എത്ര എണ്ണം വിൽക്കാൻ പറ്റും എന്നെല്ലാം പഠിച്ചുകൊണ്ട് വേണം നമ്മളൊരു കടയിലേക്ക് ഒരു ഉൽപ്പന്നം ഇറക്കുവാൻ. അതുപോലെ നമ്മളുടെ കടയിലെ 2 മേഖലകൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട 2 മേഖലകളാണ്. ഒന്ന്, നമ്മളുടെ റിസീവിംഗ് പോയിന്റ്. ഈ റിസീവിംഗ് പോയിന്റ് പോലെ തന്നെയാണ് നമ്മളുടെ സെയിൽസ് പോയിന്റ്. ഈ 2 പോയിന്റുകളെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളുടെ കടയിൽ വലിയ നഷ്ടങ്ങളെ നാളെ നമുക്ക് കാണേണ്ടി വരും. കാരണം റിസീവിംഗ് എന്നുള്ളതും സെയിൽസ് എന്നുള്ളതും ഇവിടെ നടക്കുന്ന ശ്രദ്ധക്കുറവ് മൂലം നമ്മുടെ കേരളത്തിൽ തന്നെ അനവധി സൂപ്പർ മാർക്കറ്റുകൾ അടച്ചു പോകേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥിതികൾ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധയിലൂടെ ഓരോ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉടമയും ഓരോ പോയിന്റുകളും ഓരോ പൈസയും ഓരോന്നും കണക്ക് കൂട്ടി നമ്മളുടെ ലാഭം എന്താണ്, നഷ്ടം എന്താണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കേരളത്തിലെ 80% സൂപ്പർ മാർക്കറ്റുകളും ഇന്ന് ലാഭത്തിലല്ല എന്നുള്ള നഗ്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. കമ്പനിക്കാരോട് മാർജിൻ ചോദിച്ചാൽ പ്രശ്നം, മാർജിൻ ചോദിച്ചാൽ അത് തരാൻ അവന് വളരെ വിഷമം. ഇത്തരത്തിൽ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ ഈ കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് ലാഭം വേണം. ലാഭമില്ലെങ്കിലും നഷ്ടമില്ലാതെയെങ്കിലും പോകണം. അതിനുവേണ്ടി മാന്യമായ മാർജിൻ തരുന്ന ഉൽപ്പന്നങ്ങളെ നമ്മുടെ ഐസൈറ്റുകളിലേക്ക് കൊണ്ടുവരികയും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത കമ്പനികളെ നമ്മുടെ ഏറ്റവും താഴെയുള്ള തട്ടുകളിലേക്ക് മാറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ മുകളിൽ വെച്ചിരിക്കുന്ന കൂടുതൽ മാർജിൻ ഉള്ളത് വിറ്റ് നമ്മളുടെ മാർജിൻ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. പല കമ്പനികളും നമ്മൾക്ക് ഒരു സപ്പോർട്ടും ചെയ്തു തരുന്നില്ല. എന്നാൽ അവരുടെ ഉൽപ്പന്നങ്ങൾ എന്താണ്? ആ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഷോപ്പിൽ വെക്കാതെയും പറ്റില്ല. കാരണം അത്രയധികം കോടിക്കണക്കിന് രൂപ കൊടുത്ത് ടിവികളിൽ പരസ്യം ചെയ്യാം. എന്നാൽ റീറ്റെയിലറായ നമുക്ക് 1%ഓ 2%ഓ മാർജിൻ ചോദിച്ചാൽ അവർക്ക് തരാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ആ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ അവരെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അവരെ താഴേക്കിറക്കുക. നമ്മൾ സപ്പോർട്ട് ചെയ്യാത്തവരെ എല്ലാവരും താഴേക്കിറക്കുക. എന്നിട്ട് നമുക്ക് മാർജിൻ തരുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, കൂടുതൽ അവരെ നല്ല നിലയിൽ വർദ്ധിച്ചുകൊണ്ട്, അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ വളരുവാൻ നമ്മൾ അനുവദിച്ചാൽ നാളെ നമുക്ക് നിലനിൽപ്പുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിനായി ഈ വേദിയിൽ പല മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിരിക്കുന്ന ഒരുപാട് വിശിഷ്ടാതിഥികളുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഈ സദസ്സിന്റെ ഭാഗമാവുകയാണ് അവരെല്ലാവരും തന്നെ. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ശ്രീ മെഹബൂബ് സാറിനെ ഞാൻ വേദിയിലേക്ക് ബഹുമാന പുരസ്സരം ക്ഷണിക്കുകയാണ് ഈ ചടങ്ങിന് ആശംസകൾ നേരുന്നതിനായി.
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ മുസ്തഫ, ഉദ്ഘാടകൻ രാജു അപ്സര, വേദിയിലും സാസിലുമുള്ള മറ്റു വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരന്മാരെ, സ്വാക് അതിൻ്റെ തുടക്കകാലം മുതൽ മലബാർ ചേംബർ ഓഫ് കോമേഴ്സുമായി വളരെ യോജിച്ച് ഒന്നിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്. ചേംബറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സുള്ള ഒരു മേഖലയാണ് റീറ്റെയിൽ മേഖല. ആ കാരണം കൊണ്ട് തന്നെ റീറ്റെയിൽ മേഖലയിൽ മാറി വരുന്ന ട്രെൻഡിനനുസരിച്ച് ഉള്ള ഇന്നൊവേഷനും ഡെവലപ്മെൻറ്റും മോഡേണൈസേഷനും റീറ്റെയിലേഴ്സിനെ പ്രാപ്തപ്പെടുത്താൻ ഒരുപാട് പരിപാടികൾ നടത്തി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം നടത്തിയ കേരള റീറ്റെയിൽ സമ്മിറ്റിലും മറ്റ് പ്രവർത്തനങ്ങളിലും സാക്കിൻ്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. പുതുതായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ സൂപ്പർ മാർക്കറ്റ് രംഗത്തുള്ള ആളുകൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഫേസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇൻസ്റ്റാമാർട്ട് പോലത്തെ ഫാസ്റ്റ് ഡെലിവറി ചെയിൻസിൽ നിന്നുള്ള പുതിയ കോമ്പറ്റീഷൻ. ഇതിന് നമുക്ക് നമ്മുടെ ഓരോ റീറ്റെയിലേഴ്സിനെയും പ്രാപ്തമാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് മുൻകൈയെടുത്ത് സ്ഥാപിച്ചിട്ടുള്ള ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് ONDCയുമായി ചേർന്ന് ചേംബർ 1-2 പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചു. അവരുടെ സേവനം ഉപയോഗിച്ച് നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് എങ്ങനെ ഇത്തരം സർവീസുകൾ ചുരുങ്ങിയ ചെലവിൽ കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് സാക്കുമായിട്ട് ചേർന്നിട്ട് തന്നെ ചേംബർ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഓൺലൈൻ ഡെലിവറിയുടെ കാര്യത്തിലാണെങ്കിലും കസ്റ്റമർ സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും നേരത്തെ സാക്ക് സെക്രട്ടറി വിശദമായി സംസാരിക്കുകയുണ്ടായി. കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഈ ഒരു സംഘടനാ ശേഷിയും സൗകര്യങ്ങളും വെച്ചിട്ട് സാക്കിന് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഏത് നാഷണൽ ഇൻ്റർനാഷണൽ ചെയിൻ വന്നാലും നമുക്ക് നമ്മുടെ കച്ചവടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. എക്സ്പെഷ്യലി കസ്റ്റമർ കെയർ എന്നുള്ള ഒരു പോയിന്റിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. അതിന് വേണ്ടിയിട്ട് എല്ലാവിധ സപ്പോർട്ടും മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കാനും മറ്റ് ഗവൺമെൻറ് ഏജൻസീസിനെയോ അല്ലെങ്കിൽ ഈ രംഗത്തെ എക്സ്പേർട്സിനെയോ ആരെയും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ കൊണ്ടുവരാനും അതിൻ്റെ ട്രെയിനിങ് പോലത്തെ സൗകര്യങ്ങൾ ചെയ്യാനും എല്ലാം മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സജീവമായ സപ്പോർട്ട് ഇനിയും സാക്കിനും ഇതിൻ്റെ മെമ്പേഴ്സിനും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കാലങ്ങളായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ് VKC ഗ്രൂപ്പ്. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ല. ഏറെ സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ഫ്രം ദ ഹൗസ് ഓഫ് VKC ഗ്രൂപ്പ് VKC റസാഖ് സർ ഈ ചടങ്ങിന്റെ ഭാഗമാണ്. അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന സ്വാക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളെ, കേരള വ്യാപാരി വ്യവസായ അസോസിയേഷൻ്റെ ഭാരവാഹികളെ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, നമ്മൾ ഈ സ്വാക്കിൻ്റെ രണ്ടാമത്തെ ഒരു സംരംഭം, അതായത് രണ്ടാമത്തെ ഒരു റീറ്റെയിൽ സമ്മിറ്റാണ് ഇന്നിവിടെ ആരംഭം കുറിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അല്ലെങ്കിൽ അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം നേരത്തെ തന്നെ പ്രതിപാദിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ചർച്ചകളിൽ വന്നത് സ്ഥാപനം നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതായത് ഇന്ന് ലഭിക്കുന്ന മാർജിനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷയമാണ് പ്രധാനമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 വിഷയങ്ങൾ എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ന് റീറ്റെയിൽ ചെയിനുകൾ, നേരത്തെ സൂചിപ്പിച്ചു ഓൾറെഡി, റീറ്റെയിൽ ചെയിനുകൾ വലിയ രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 2020 ആരംഭിച്ച സുഡിയോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വിറ്റുവരവ് എന്താണ് എന്ന് ആർക്കെങ്കിലും അറിയോ? ഇന്ന് എത്രയാണ് എന്നുള്ള? ഏകദേശം 33,200 കോടിയാണ്. അടുത്ത വർഷത്തേക്ക്, ഈ വർഷം അവർ പ്ലാൻ ചെയ്യുന്നത് ഏകദേശം 6,400 കോടിയാണ്. അതായത് ഏകദേശം 100%
വർധനവാണ് സുഡിയോ എന്ന് പറയുന്ന ബ്രാൻഡ് ഈ ഇന്ത്യൻ മാർക്കറ്റിൽ, അത് പ്രത്യേകിച്ച് നമ്മുടെ പോലുള്ള അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന 2 ടയർ സിറ്റികളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് തുറന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും എന്താണ് അവിടെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നത് എന്ന് നോക്കിയാൽ വിലക്കുറവാണ്, ഫാഷനാണ്. ഈ 2 കാര്യം നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഈ മാർക്കറ്റ് മുന്നോട്ട് നയിക്കുക. കാരണം സുഡിയോൻ്റെ വളർച്ച ഉടനെ തന്നെ മറ്റൊരു റീറ്റെയിൽ ഭീമനായിട്ടുള്ള റിലയൻസിനെ അതേ രൂപത്തിലുള്ള സ്റ്റോറുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും മത്സരം ടാറ്റയും റിലയൻസും തമ്മിലായിട്ട് മാറുന്ന ഒരു സ്ഥിതി, അതിൻ്റെ ഇടയിൽപ്പെടുന്ന സാധാരണക്കാരൻ്റെ അവസ്ഥ ഏകദേശം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ഭാവിയിലേക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ബിസിനസ് എങ്ങനെ പ്രോഫിറ്റബിളായി, കാരണം നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് നമ്മളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിന് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. ലാഭമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെങ്ങനെ ലാഭകരമാക്കാം, എന്തൊക്കെയാണ് അതിനുള്ള വഴികൾ എന്നുള്ളത് കൂടിയായിരിക്കും ഈ സമ്മിറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം നമുക്ക് പല ഐഡിയകൾ ഉണ്ടാവും, പല ചർച്ചകൾ നടക്കും. നമ്മളൊരു കൂട്ടായി ചർച്ച നടത്തുമ്പോൾ മാത്രമേ ഇതിനൊരു പരിഹാരം വരുള്ളൂ. ഒറ്റക്ക് നമ്മളൊരാൾ ചിന്തിച്ച് ഒരു പരിഹാരം കാണാൻ ശ്രമിച്ചാൽ അത് സാധിക്കില്ല. നമ്മൾ സ്വാക്കിൻ്റെ ഭാരവാഹികളുമായിട്ട് പല സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്യാനുള്ള സാഹചര്യമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കമ്മോഡിറ്റീസ്, നമ്മൾ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ചില നിയമങ്ങളെക്കുറിച്ച് അതിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ സൂചിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയിൽ ഞാനും കൂടി അംഗമാണ്. അപ്പോൾ അതുമായി എന്ത് സജഷനാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായി, അതിൻ്റെ മുമ്പ് നിങ്ങൾക്കറിയാം, ഒരു വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിൻ്റെ ഓഫീസർമാർ വന്നാൽ ഓരോ പാർട്ട്ണർക്കും ഫൈനായിരുന്നു. അതായത് അതിൽ 10 പാർട്ട്ണർമാരുണ്ടെങ്കിൽ 10 പേർക്കും ഫൈനായിരുന്നു. ആ നിയമം ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ പല ഓഫീസർമാരും അത് പറഞ്ഞ് ഇപ്പോഴും ആളുകളെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സെൻട്രൽ നിയമമാണ്. അതിൻ്റെ സെൻട്രൽ നിയമം ചെയ്യുന്ന ഒരു കമ്മിറ്റിയിൽ എനിക്ക് കൂടി ഒരു പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ അതിൽ CII എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിട്ട്, അപ്പോൾ അതിൽ ആ വിഷയം അവതരിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ വിശദ വിവരങ്ങൾ അറിയിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് പറ്റാവുന്ന ഇടപെടലുകൾ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും. പിന്നെ മറ്റൊന്ന്, ഇതേപോലുള്ള എക്സിബിഷനുകൾ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടി, ഇപ്പം മലപ്പുറം പ്രസിഡന്റും എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്, അപ്പം മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടി ഇതേ രൂപത്തിലുള്ള ഈ സംവിധാനങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഈ റീറ്റെയിൽ സമ്മിറ്റുകൾ, അപ്പോൾ ഈ ഒരു ആശയം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും അതിൽ വരുന്ന മാറ്റങ്ങളല്ല, അതിൽ വരുന്ന പുതുമകൾ എല്ലാവർക്കും, കാരണം ഒരു കൂട്ടായി നേരിടുമ്പോൾ അല്ലെ കൂട്ടായി ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഇനിയും എല്ലാ വിഭാഗത്തിലും, ഇപ്പം എനിക്ക് വേണ്ടി സ്റ്റേറ്റ് കമ്മിറ്റി അടക്കം ഇവിടെ ഉണ്ട്. ഇതൊരു വലിയ ഒരു സംരംഭമായി കേരള തലത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ 2ാമത്തെ സംരംഭത്തിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. താങ്ക് യു സോ മച്ച് സാർ. അദ്ദേഹത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ടുള്ള വാക്കുകൾക്ക് പ്രത്യേകമായി നന്ദി പറയുകയാണ്. ആശംസകൾ നേരുന്നതിനായി ബഹുമാനായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടർ RG ഗ്രൂപ്പ് മിസ്റ്റർ വിഷ്ണു RG അവരുടെ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുകയാണ്. സ്വാക്കിന്റെ 2ാം എഡിഷൻ എക്സ്പോയ്ക്കും അദ്ദേഹത്തിന്റെ കമ്പനിയും എടുത്തിരിക്കുന്ന സപ്പോർട്ട് വളരെ വളരെ വലുതാണ്, മികച്ചതാണ്. ഓവർ ടു യു സർ. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ നമസ്കാരം. ഏതൊരു ബ്രാൻഡിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു മോഡേൺ ട്രേഡിൽ അവരുടെ പ്രസൻസ് ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് ഏതൊരു ബ്രാൻഡിനും ഏറ്റവും വലിയൊരു വലിയൊരു അച്ചീവ്മെൻറ്റും കൂടിയാണ് ഇത്തരത്തിലുള്ള ബ്രാൻഡ് ഓണേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ബൈങ് ഹെഡ്സിന് ഒരു വേദിയിൽ കിട്ടുക എന്നുള്ളത്. കാരണം പണ്ടൊക്കെ ഞാൻ ഓരോ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഒരു ബ്രാൻഡ് ഓണർ വരുന്നു അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഓണർ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബോണ്ടോ അല്ലെങ്കിൽ ഒരു ബന്ധങ്ങളോ ഇല്ലായിരുന്നു. പക്ഷേ സ്വാക്കിൻ്റെ വരവോടെ നമ്മളെല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. കച്ചവടം ഉണ്ടോ ഇല്ലയോ എന്നല്ല, ഒരു വ്യക്തിബന്ധം നമ്മളിടയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ സ്വാക്കിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ബോണ്ട് അല്ലെങ്കിൽ വേറൊരു ലെവലിലേക്കാണ് ബ്രാൻഡ് ഓണേഴ്സായിട്ട് പോകുന്നത്. ഇത് കേരള ഇപ്പം എന്നോട് മുസ്തഫ പറയേണ്ടിയിരുന്നു കേരള ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നു. കേരള ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന മുസ്തഫ ഏറ്റവും നല്ലത്. കാരണം ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഈ പുറത്തുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, ജസ്റ്റ് തമാശ പറഞ്ഞാണ്. കാരണം ഈ സ്വാക്ക് എല്ലാ ജില്ലകളും, എനിക്ക് തോന്നുന്നു ഇപ്പം മലപ്പുറം, എറണാകുളം എല്ലാ സ്ഥലത്തും നല്ലൊരു
നല്ലൊരു ടീമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇനിയും ഇത്തരത്തിലുള്ള സൂപ്പർ മാർക്കറ്റ് സ്വാക്കിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയും നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് ബ്രാൻഡ്സിന്. കാരണം വളരെ ചെറിയ രീതിയിൽ വളർന്നു വന്ന ബ്രാൻഡാണ് RG. അപ്പം ഞങ്ങൾക്കൊക്കെ ഇത്രയും വളരാൻ നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇനി അപ്കമിങ് ബ്രാൻഡ്സിന് വളരാൻ സ്വാക്ക് സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് കൂടി ആശംസിച്ച് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദിസ് പ്രോഗ്രാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. ബിസിനസ് സക്സസ് ആയി മുന്നോട്ട് പോകണമെങ്കിൽ അതിനൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാകണം. അതിന്റെ ബ്രാൻഡിങ് ഒരു ബ്രില്യൻസ് ആണ്. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് അജ്മി ഫുഡ്സ്. ബഹുമാനായിട്ടുള്ള ഡയറക്ടർ ശ്രീ മുഹമ്മദ് അഫ്സൽ അവർ ഈ വേദിയിൽ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. അജ്മി ഫുഡ്സിന് വേണ്ടി സ്വാക്കിന് വേണ്ടി ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. ബഹുമാന പുരസ്സരം അജ്മി ഫുഡ്സിന്റെ ഡയറക്ടറായ ശ്രീ മുഹമ്മദ് അഫ്സൽ അവരുടെ വേദിയിലേക്ക് നമുക്ക് സഹർഷം സാദരം ക്ഷണിക്കാം അദ്ദേഹത്തിന്റെ ആശംസകളിലേക്ക്. നമസ്കാരം. ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ വ്യാപാര സുഹൃത്തുക്കൾ, ഇതിൻ്റെ പ്രസിഡന്റ് മുസ്തഫ, വളരെ യാദൃശ്ചികമായാണ് ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. ഇന്നലെ വൈകുന്നേരമാണ് തീരുമാനിക്കുന്നത് ഇന്ന് ഈ പരിപാടിയിൽ കൂടാൻ എത്തിച്ചേരുക എന്നുള്ളത്. ഞാൻ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉള്ളത് നമ്മൾ നേരത്തെ അറിയുകയും ഇതിൻ്റെ എക്സ്പോ, നമ്മൾ ദുബായ് എക്സ്പോയിലൊക്കെ പോകുന്നതിൻ്റെ അതേ ഒരു ആംബിയൻസിൽ നിങ്ങൾ ഇത്രയും നല്ലൊരു രീതിയിൽ ഒരു സംരംഭം ചെയ്തതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ ഈ സൂപ്പർ മാർക്കറ്റിൽ അജ്മിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഹോൾസെയിലിലും റീറ്റെയിലിലും ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്കൊരു ഡിസ്പ്ലേ കിട്ടുന്ന ഒരു മേഖലയാണ് ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അജ്മീർ എല്ലാവരിലേക്കും അറിയപ്പെടുന്നതും ഈ സൂപ്പർ മാർക്കറ്റ് മുഖേനയാണ്. 1994 ഫാദറിൻ്റെ കൂടെ കൂടിയതാണ് ഞാൻ ഈ ബിസിനസ്സുമായിട്ട്. 1994 ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അജ്മിയായിട്ട് ആദ്യം ഞാൻ ഇറങ്ങുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ബ്രാൻഡിൽ എത്രത്തോളം ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടോ അത് നിങ്ങൾ ഓരോ വ്യാപാര സുഹൃത്തുക്കളും അതുപോലെ തന്നെ അജ്മിയുടെ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും അതിയായ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. നമുക്കിനിയും ഒരുപാട് ഉയരങ്ങളിൽ പോകാനുണ്ട്. സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരുപാട് ചെയിൻ സൂപ്പർ മാർക്കറ്റുകൾ കോഴിക്കോട് ബേസ് ചെയ്താണെങ്കിലും കേരളം ഒട്ടാകെയാണെങ്കിലും ഉണ്ട്. തുടർന്നും ഇതുപോലുള്ള സൂപ്പർ മാർക്കറ്റുകൾ നിലവിൽ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സാക്കിൻ്റെ ഈ ഒരു പരിപാടിയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംഘടനയിലുള്ള ഓരോ അംഗങ്ങളുടെയും പ്രത്യേകിച്ചും അവരുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായൊരു വ്യക്തത വരുത്തുക എന്ന് പറയുന്നത് ഓരോ സംഘടനയുടെയും കെട്ടുറപ്പിനും പരസ്പരമുള്ള സഹകരണത്തിനും ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. നമ്മളിവിടെ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമുക്കൊരു ലാബ് പാർട്ട്ണർ മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ് അവരുമായി സംയുക്തമായി ചേർന്നുകൊണ്ട് ചില ഹെൽത്ത് പാക്കേജുകളും അത്തരത്തിലുള്ള കാര്യങ്ങളുടെയും ഒരു ലോഞ്ചിങ് സെറമണി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ ചടങ്ങിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിനും ഈ ചടങ്ങിന്റെ ലോഞ്ചിങ് കർമ്മം നിർവഹിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സ്വാക്ക് മലപ്പുറം ജില്ലയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ ബാബു എടക്കര അവർകളാണ്. അദ്ദേഹത്തോട് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചതിന് ശേഷം ലോഞ്ചിങ് ചടങ്ങിലേക്ക് നീങ്ങാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സ്വാക്ക് സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ശ്രീ മുസ്തഫ, അതുപോലെ തന്നെ നമ്മുടെ ഇനോഗ്രേഷൻ ചെയ്ത ശ്രീ രാജു അപ്സര, അതുപോലെ തന്നെ മറ്റു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വളരെ സന്തോഷമുള്ള അല്ലെങ്കിൽ ഒരു പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റാണ് ഇപ്പോൾ. കാരണം സ്വാക്ക് സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള സമാന രീതിയിലുള്ള ചിന്താഗതിയുള്ള ഒരു കൂട്ടം വ്യാപാരികളുടെ കൂട്ടായ്മ, അതാണ് ശരിക്കും പറഞ്ഞ സ്വാക്ക്. അത് ഇന്ന് നമ്മുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ജോഫിൻ പേട്ടയും അതുപോലെ തന്നെ സിയാദ് കെയും അടങ്ങുന്ന ഒരു ടീമാണ്. അവർക്കറിയാം ഈ മേഖലയിൽ എന്തെല്ലാം സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മ അനിവാര്യമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു സ്വാക്ക് രൂപീകൃതമായിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കോഴിക്കോട്
ഡിസ്ട്രിക്ട് കമ്മിറ്റി കുറച്ചും കൂടെ അഡ്വാൻസ് ആണ്. അവർ ഈ മേഖലയിൽ എന്തെല്ലാം അവർക്ക് ചെയ്യാൻ കഴിയും, എന്തെല്ലാം തങ്ങളുടെ മെമ്പേഴ്സിന് ഈ വ്യാപാര മേഖലയിലുള്ള ആളുകൾക്ക് എന്തെല്ലാം നൽകാൻ കഴിയും എന്നുള്ളത് അവർ പഠിച്ച് പ്രാവർത്തികമാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു എക്സ്പോ ഞാൻ മനസ്സിലാക്കുന്നു ഡേമാർട്ട് മുസ്തഫാഖിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ വ്യാപാരത്തിൽ വളരെ ഒരുപാട് മുന്നോട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ ഹനീഫയാണെങ്കിലും മലബാർ ഏരിയയിലേക്ക് ഒരു കാലത്ത് വലിയ രീതിയിലൊക്കെ ബിസിനസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന നമ്മുടെ ജാബിർ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്ന് പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ കൂടി ഈ ഒരു എക്സ്പോയുടെ പുറകെ ഒരുപാട് നാളുകളായിട്ട് ഉണ്ടാകുമ്പോഴേ അവർ ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ വ്യാപാര മേഖലയിൽ എന്ത് നേടാം എന്നതിനപ്പുറത്തേക്ക് ഈ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് തന്നെ മാതൃകയാവുന്ന രീതിയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ ചിന്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ പല ആളുകളും പല പ്രവർത്തകരും അതിൻ്റെ കൂടെ നിന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇന്ന് ഇവിടെ നടക്കുന്ന എക്സ്പോയും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് ടീച്ചിങ് സെന്റർ, ഒരു ട്രെയിനിങ് സെന്റർ, അത് റീറ്റെയിൽ കോഴ്സ്, അതുപോലെ തന്നെ ഒരു ഏതൊക്കെ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുമോ അത്തരം കാര്യങ്ങളൊക്കെ അവർ കാഴ്ചവെക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് ഈ മൊമെന്റിൽ. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ VKCയുടെ മുമ്പ് ഒരു വിഷയം അവതരിപ്പിച്ചു, സുഡിയോയുടെ ഒരു കടന്നുവരവ്. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. അവരുടെ ടേൺ ഓവർ അടുത്ത വർഷം അതിൻ്റെ ഒരു ഇരട്ടിയുടെ കൂട്ടി ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് അവരെത്തുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, റീറ്റെയിൽ മേഖലയിലുള്ള വ്യാപാര മേഖലയിലുള്ള നിങ്ങളും മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ഈ കമ്പനികൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു കമ്പനികൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു പരമ യാഥാർത്ഥ്യമാണ്. അതിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. പ്രശ്നങ്ങളും ഇഷ്യൂസും ഒരുപാടുണ്ടായിരിക്കാം, പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ കമ്പനികളെ നമ്മുടെ ഇന്ന് ഈ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട് ഇവിടെ. അത്തരം കമ്പനികളെല്ലാം നമുക്ക് നമ്മുടെ വ്യാപാര മേഖലയിൽ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ നമുക്ക് ചെന്ന് കാണാനുള്ളതും നമ്മുടെ പ്രയാസങ്ങൾ അറിയിക്കാനുള്ളതും നമ്മുടെ ഇത്തരം എക്സ്പോയിൽ പാർട്ടാവാനുള്ളതൊക്കെ ഇത്തരം കമ്പനികളാണ്. അത്തരം കമ്പനികളുടെ നമ്മുടെ ഷോപ്പിൻ്റെ ഏറ്റവും നല്ല ഫേസിൽ തന്നെ അവർക്ക് എൻട്രി കൊടുത്തുകൊണ്ട് അവരെന്നും നമ്മുടെ പാർട്ടായിട്ട് കൂടെ കൂട്ടണം എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തായാലും ഈ ഒരു എക്സ്പോക്ക് വേണ്ട എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസിന്റെ ടീം മെമ്പേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ ദയവായി വേദിയുടെ ഭാഗമാകാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ലാബ് പാർട്ട്ണറായിട്ട് അവരാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ സംഘടനയിലെ അംഗങ്ങൾക്കുള്ള ശാരീരികപരമായിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ഹെൽത്ത് ഇഷ്യൂസ്, അതൊക്കെ കൃത്യമായി ഒരു എക്സാമിനേഷൻ, അതൊരു 3 monthsോ 6 monthsോ കൂടുമ്പോഴോ വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു അസോസിയേഷൻ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതും. മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസിന്റെ ടീം മെമ്പേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലോഞ്ചിങ് കർമ്മത്തിലേക്ക് നീങ്ങേണ്ടതാണ്. ഏറ്റവും ബഹുമാനായിട്ടുള്ള സ്വാക്കിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്രീ ബാബു എടക്കര അവർകളാണ് ഇതിന്റെ ലോഞ്ചിങ് കർമ്മം നിർവഹിക്കുന്നത്. അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് സ്ക്രീനിൽ ഈ ചടങ്ങിന്റെ ലോഞ്ചിങ് കർമ്മം നിർവഹിക്കുന്നതിനായി. ഒപ്പം മറ്റെല്ലാ വിശിഷ്ടാതിഥികളും ഈ ചടങ്ങിന്റെ ഭാഗമാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മലപ്പുറം ജില്ലയുടെ സ്വാക്കിന്റെ ആരാധനായ പ്രസിഡന്റ് ശ്രീ ബാബു എടക്കര അദ്ദേഹം ഈ ലോഞ്ചിങ് കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസുമായി സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ അതെല്ലാം സംയുക്തമായി ചേർന്നുകൊണ്ട് സ്വാക് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഹെൽത്ത് ചെക്കപ്പിന്റെ ഏറ്റവും ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ അതിൻ്റെ ഒരു ലോഞ്ചിങ് കർമ്മം നമ്മളിവിടെ നിർവഹിക്കുകയാണ്. ആ ചടങ്ങിലേക്ക് നീങ്ങാം. സ്ക്രീനിൽ നമുക്കതിൻ്റെ ദൃശ്യം കാണാം. താങ്ക് യു സോ മച്ച്. നമ്മുടെ ലാബ് പാർട്ണറായി അവർ മാറിയിരിക്കുകയാണ്. മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ് വാക്കിന്റെ എല്ലാ അംഗങ്ങൾക്കും വിവിധ ചെക്കപ്പുകൾ നൽകാനായി കൃത്യമായ ഒരു ഡിസ്കൗണ്ട് സ്കീം കൂടി അവരിവിടെ ലോഞ്ച് ചെയ്യുകയാണ്. സോ 15% ഓഫ്
അവരതിനൊരു ഓഫർ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അപ്പം വളരെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസുമായിട്ട് സഹകരിച്ചുകൊണ്ട് സ്വാക്കിനോടൊപ്പം അവർ സംയുക്തമായി ചേർന്ന് നമ്മുടെ ലാബ് പാർട്ണറായി മാറിയിരിക്കുന്നു. അതിന്റെ ലോഞ്ചിങ് കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ബാബു സാർ. ബാബു സാറിന് പ്രത്യേകമായി നന്ദി പറയുന്നു. മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസിന്റെ ടീം മെമ്പേഴ്സിനും പ്രത്യേകമായിട്ടുള്ള കൺഗ്രാറ്റുലേഷൻസും സ്വാക്കിന്റെ പേരിൽ അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ആശംസകൾ നേർന്നുകൊണ്ട് ഈ വേദിയിൽ സംസാരിക്കുന്നതിനായി ബഹുമാനായിട്ടുള്ള ശ്രീ സുബൈർ കൊളക്കാടൻ, പ്രസിഡന്റ് ബിൽഡേഴ്സ് അസോസിയേഷൻ കോഴിക്കോട്, അദ്ദേഹത്തിന്റെ ആശംസകൾ കേൾക്കാം. സ്വാക്കിൻ്റെ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ മുസ്തഫ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, റീറ്റെയിൽ എക്സ്പോ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക റീറ്റെയിൽ മേഖലയിലെ വെല്ലുവിളികൾ എന്നുള്ള വിഷയങ്ങൾ തന്നെയാവും. പക്ഷെ ഇവിടെ VKC റസാക്ക് സൂചിപ്പിച്ച പോലെ നമ്മളൊക്കെ പതിവ് പോലെ പറഞ്ഞു തുടങ്ങുക ഓൺലൈൻ മീഡിയകളും അതേപോലെ ഓൺലൈൻ വ്യാപാരങ്ങളും നമ്മൾ എത്രമേൽ ആക്രമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. അതിനൊക്കെ വലിയൊരു വെല്ലുവിളിയാണ് സത്യത്തിൽ സുഡിയോ ഇവിടെ ഉയർത്തിയത് എന്ന് പറയുകയുണ്ടായി. കാരണം അത്തരം ഷോപ്പുകളിലേക്ക് ചെറുപ്പക്കാർ ഇടിച്ചു കയറുന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള നമ്മുടെ റീറ്റെയിൽ എക്സ്പോ ഒക്കെ വരുന്ന സമയത്ത് വലിയൊരു സംഘടനയാണ് സ്വാക്ക്. ഇതേപോലെ തന്നെയുള്ള ഒരുപാട് സംഘടനകൾ വളരെ ശക്തമാണ് കേരളത്തിലും അതേപോലെ വ്യാപാര മേഖലയിലും. ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഫോഴ്സുകൾ നമുക്കുണ്ട്, സംരംഭങ്ങൾ തുടങ്ങാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെയും ഭയപ്പെടാതെ ധീരമായി വ്യാപാര മേഖലയിൽ പിടിച്ചു നിൽക്കാനുള്ള, അല്ലെങ്കിൽ നമ്മൾ 80% സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ വ്യാപാര മേഖല തളർച്ചയിലാണ് എന്നുള്ളതിന് പറയുന്നതിന് പകരം നമ്മൾ എല്ലാം നേരിടാൻ സജ്ജരാണ്, നാളത്തെ വ്യാപാര മേഖല നമ്മുടേതാണ് എന്ന് ഉറക്കെ പറയാനുള്ള ആർജവമാണ് സത്യത്തിൽ നമ്മൾ കാണിക്കേണ്ടത്. അതിനുള്ള വലിയൊരു മുന്നൊരുക്കം തന്നെയാവണം ഇത്തരം സമ്മിറ്റുകൾ. ഒരുപാട് വ്യാപാര ലീഡേഴ്സുള്ള ഒരു വേദിയാണിത്. ഇപ്പോൾ RG വിഷ്ണുവിനെ പോലെയുള്ള, കാരണം ഒരു പരിമിത മേഖലയിൽ തുടങ്ങിയ വ്യാപാരം അത് ലോക കമ്പോളാടിസ്ഥാനത്തിൽ എങ്ങനെ വിജയിപ്പിക്കാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് RG വിഷ്ണു. ഒരു ആസ്ട്രേലിയയിലടക്കം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ പറ്റി കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഇതേപോലുള്ള ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്കറിയാം അതിനേക്കാൾ കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും. നമുക്കുള്ള സാധ്യതകളെ വിപുലീകരിക്കാനും ഒരു പ്രത്യേക പ്രദേശത്ത് ഒതുങ്ങി നിൽക്കാതെ അത് രാജ്യത്തിനകത്തും പുറത്തുമായുള്ള സാധ്യതകൾ ഉപയോഗിക്കാനുമുള്ള വലിയ പ്ലാറ്റ്ഫോം നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് നമുക്ക് ടെക്നോളജികൾ തുറന്നു തന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കമ്പനിയും സത്യത്തിൽ തളരുന്നില്ല, ഒരു വ്യാപാര മേഖലയും തളരുന്നില്ല. കാരണം ജനങ്ങളെല്ലാവരും, കാരണം ഇപ്പോൾ നമുക്കൊക്കെ അറിയാം കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ തല താഴ്ത്തി ഫോണിൽ ഇരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും. കാരണം ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളുകളില്ല, ചെറുപ്പക്കാരില്ല. പക്ഷെ രാജ്യത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും വളരെ വ്യക്തമായി ഉൾക്കൊള്ളുന്നവരാണ് അവരെല്ലാവരും. ഈ അവരിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളെ എത്തിക്കുക എന്നുള്ള വലിയൊരു ബാധ്യത മുമ്പിലുണ്ട്. അതിൽ വിജയിക്കുന്നവർ മാത്രമേ സക്സസ് ആവുന്നുള്ളൂ. അപ്പോൾ നമ്മളും ഇവരെ പോലെ തന്നെ കച്ചവടക്കാർ ഇൻ്റലിജൻ്റായി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള ഫോഴ്സ് നമ്മുടെ കൂടെ വേണം. അവർക്ക് മാത്രമാണ് നമ്മുടെ വിജയത്തിനുള്ള സാധ്യതയുള്ളത്. ഒരിക്കലും നമ്മളാരും ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ നമ്മൾ പിടിച്ചു നിന്നാൽ പോരാ, ഇതിലുള്ള ഏറ്റവും വലിയ വിജയം നമ്മുടേതാവണം, നമ്മുടേതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വാക്കിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഈ റീറ്റെയിൽ എക്സ്പോക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. നമുക്ക് ആശംസകൾ നേരുന്നതിനായി വേദിയിൽ അതിഥിയുടെ സെയിൽസ് ഹെഡ് ആയിട്ടുള്ള ബഹുമാനായിട്ടുള്ള രാധാകൃഷ്ണൻ സർ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്.
അദ്ദേഹം സ്വാക്കുമായി സഹകരിച്ചുകൊണ്ടുള്ള ഈ 2ാം എഡിഷൻ എക്സ്പോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ബ്രാൻഡുമായി മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആശംസകൾ നമുക്ക് കേൾക്കാം. ഓവർ ടു യു സർ. ബഹുമാനപ്പെട്ട അധ്യക്ഷനും സദസ്സിലിരിക്കുന്ന മാന്യ അദ്ദേഹങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സ്വാക് സമ്മേളനത്തിന് ആശംസ അർപ്പിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല. പക്ഷേ അതിന് ആമുഖമായിട്ട് ഞാൻ പ്രതികരിക്കുന്ന കമ്പനിയെക്കുറിച്ച് ഒരു 2 വാക്ക് സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ബിക്കോസ് ഈ കമ്പനിയെ പറ്റി മേ ബി ഇവിടെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളായിരിക്കും, നോർത്ത് കേരളയിൽ ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളായിരിക്കും. അത് ഈ സ്വാക് സമ്മേളനം എന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിലെ മൊത്തം പ്രതികരിക്കുന്ന ഒരു സമ്മേളനമായത് കാരണം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ കമ്പനിയെ പറ്റി സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. 1950കളിൽ ശ്രീ AV കുഞ്ഞിപ്പാറ്റി തുടങ്ങി വെച്ച ഒരു സംരംഭമാണ് പാരിസൺസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇന്ന് ഏകദേശം ഒരു 4000 കോടി വിറ്റുവരവുള്ള ഒരു മഹാസംരംഭമായി വളർന്നിരിക്കുകയാണ് പാരിസൺസ് ഗ്രൂപ്പ്. മേ ബി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഭക്ഷ്യോൽപാദന കമ്പനി തന്നെയായിരിക്കും പാരിസൺസ് ഗ്രൂപ്പ്. ഇന്ന് പാരിസൺസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ മുഹമ്മദ് അലി സാറിൻ്റെ നേതൃത്വത്തിൽ ഫ്ലവർ മില്ലിംഗ്, എഡിബിൾ ഓയിൽ മാനുഫാക്ചറിങ്, ബേക്കറി ഫാറ്റ്സ്, പ്രീമിക്സസ് ആൻഡ് പ്ലാന്റേഷൻ ഈ രംഗങ്ങളിൽ അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചിരിക്കുകയാണ്. ഈ കമ്പനി ഇന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും കേരളത്തിൽ 5000-ലധികം ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഇന്ന് നോർത്ത് കേരളയിൽ ലിബർട്ടി പൊറോട്ട മൈദ ഉപയോഗിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ലിബർട്ടി എന്ന് പറയുന്നത് പാരിസൺസ് ഗ്രൂപ്പിൻ്റെ ഒരു ട്രേഡിംഗ് ഡിവിഷനാണ്. ഞങ്ങളും സ്വാക്കുമായിട്ടുള്ളൊരു ബന്ധം വരുന്നത് അതിഥി കൺസ്യൂമർ ഡിവിഷൻ ഞങ്ങൾ 2017 സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. ഞങ്ങൾ ആദ്യമേ അതിഥി കൺസ്യൂമർ ഓയിൽ പ്രോഡക്ട്സ് ആണ് ഇതിൻ്റെ പേരിൽ ലോഞ്ച് ചെയ്തത്. അത് അതിഥി സൺഫ്ലവർ ഓയിൽ, അതിഥി കോക്കനട്ട് ഓയിൽ, അതിഥി റൈസ് ബ്രാൻ ഓയിൽ തുടങ്ങിയ പ്രോഡക്ട്സുകളാണ് കേരള കൺസ്യൂമർ വിപണിയിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി എത്തിച്ചുകൊണ്ടിരുന്നത്. ഈ അതിഥി കൺസ്യൂമർ പ്രോഡക്ട്സ് ഞങ്ങൾ ബ്രാൻഡ് അംബാസഡറായിട്ട് ആദ്യം വെച്ചിരുന്നത് മിസ്റ്റർ ഫഹദ് ഫാസിലിനെയാണ്. അന്ന് നമ്മൾ ലോഞ്ച് ചെയ്ത ആ സംരംഭം ഇന്ന് ഈ സ്വാക്കിൻ്റെ സഹകരണത്തോടു കൂടി തന്നെ നമുക്ക് കേരളത്തിലെ ഒരു 3ാമത്തെ മികച്ച സൺഫ്ലവർ ഓയിൽ ബ്രാൻഡായിട്ട് വളരാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ 2 വർഷത്തിന് മുന്നേ റെഡി ടു ഈറ്റ് പ്രോഡക്ട്സ്, അതായത് അതിഥി മിൽക്ക് റസ്ക്, അതിഥി കേക്ക്സ് എന്നിവ നമ്മൾ കേരള സമൂഹത്തിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് വിപണിയിൽ വളരെയധികം സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഈ പ്രോഡക്ട്സുകളെല്ലാം നമ്മൾ ലോഞ്ച് ചെയ്ത് സ്വാക്കിൻ്റെ നിർലോഭമായ സഹകരണത്തോടു കൂടിയാണ്. നമ്മൾ ഏത് പ്രോഡക്റ്റും നമ്മൾ ലോഞ്ച് ചെയ്യുമ്പം ആദ്യം നമ്മൾ ട്രൈ ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റുകളിൽ കൂടെ ഒരു കൺസ്യൂമർ ടേസ്റ്റിന് വേണ്ടിയിട്ട് പ്രോഡക്റ്റ് കൊടുത്ത് അവിടെ കൂടുതൽ ആൾക്കാരെ ആകർഷിച്ച് അതുവഴി നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരുന്നത്. അപ്പം സ്വാക്കും നമ്മളുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമാണുള്ളത്. ഈ സ്വാക്ക് ഈയിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത റീറ്റെയിൽ കോഴ്സ് ആക്ച്വലി ഇന്ന് വളർന്നു വരുന്ന യുവജനങ്ങൾക്ക് ഒരു തൊഴിൽ നേടാനും കൂടുതൽ ആ റീറ്റെയിൽ ബിസിനസ്സെ പറ്റി അറിയാനും ഒരു നല്ല സംരംഭമായി ഞാൻ കരുതുന്നു. അതിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഇനി സ്വാക്കിനോട് എനിക്ക് ഒരു കമ്പനി പ്രതിനിധി എന്ന് പറയാൻ നിലയിൽ 2 കാര്യങ്ങൾ, 2 നിർദ്ദേശങ്ങൾ വയ്ക്കാനുണ്ട്. അതായത് ഇപ്പം ഒരു കമ്പനി, ഒരു FMCG കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ സൂപ്പർ മാർക്കറ്റുകളിലേക്കും മറ്റ് മാർക്കറ്റിലേക്കും വിപണനം ചെയ്യുന്ന 2 രീതിയിലാണ്. ഒന്ന് ജനറൽ ട്രേഡ് അല്ലെങ്കിൽ മോഡേൺ ട്രേഡ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ മോഡേൺ ട്രേഡിൽ നിന്നുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. ജനറൽ ട്രേഡിലുള്ള ആൾക്കാർ സാധാരണ ജനറൽ റീറ്റെയിൽ ട്രേഡിലേക്കാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് പലപ്പോഴും നമുക്ക് കോൺഫ്ലിക്റ്റ് വരാറുണ്ട്. കാര്യം നമുക്ക് ആ ഏരിയയിൽ ഒരു നല്ലൊരു ജനറൽ ട്രേഡിലുള്ള ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ഇരിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റുകാരൻ ആ ജനറൽ ട്രേഡിലുള്ള ആൾക്കാരുടെ നിന്ന് വാങ്ങിക്കത്തില്ല. തിരിച്ചും സംഭവിക്കും. അപ്പം ഇത് നമുക്ക് ഒരു ഏരിയ ഓഫ് കോൺഫ്ലിക്റ്റ് പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് സ്വാക്കിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി ഇതിൻ്റെ അകത്ത് അതാത് ഏരിയയിലെ ഈ പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് മുൻകൈ എടുക്കണം എന്നുള്ളതാണ് എനിക്കുള്ളൊരു അഭിപ്രായം. പിന്നെ നമ്മൾ കേരളം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയൊരു വ്യവസായ സംരംഭങ്ങളുള്ള ഒരു സംസ്ഥാനമൊന്നുമല്ല. നമ്മൾ പതുക്കെ ആ സ്റ്റേജിലേക്ക് വരുന്നേ ഉള്ളൂ. സോ ഈ കേരളത്തിൽ
മാനുഫാക്ചർ ചെയ്ത് കേരളത്തിൽ വിപണനം ചെയ്യുന്ന കമ്പനികൾക്ക് ഈ സ്വാക്ക് ഒരു പ്രത്യേക പ്രിഫറൻസ് കൊടുത്താൽ മാത്രമേ ഈ കമ്പനികൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അതിന് ഈ സ്വാക്കിലെ അംഗങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സ്വാക്കിൻ്റെ എല്ലാവിധ പങ്കാളിത്തങ്ങൾക്കും എൻ്റെയും എൻ്റെ കമ്പനിയുടെയും പേരിലുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് സർ. ആശംസകൾ നേരുന്നതിനായി ഏറ്റവും ബഹുമാനായിട്ടുള്ള പ്രസിഡന്റ് KHRA കോഴിക്കോട് ശ്രീ രൂപേഷ് കോളിയോട്ട് അവர்களോട് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആശംസകൾ നമുക്ക് കേൾക്കാം. വേദിയിലും സദസ്സിലുമുള്ള സ്വാക്കിൻ്റെയും വിവിധ സംഘടനാ നേതാക്കളെ, നല്ലവരായ വ്യാപാരി സുഹൃത്തുക്കളെ, സ്വാക്കിൻ്റെ ഈ സെഷൻ 2 എക്സ്പോ വളരെ നല്ല രീതിയിൽ ഇന്നിവിടെ സംഘടിപ്പിക്കാനും വിവിധ തരത്തിലുള്ള ബ്രാൻഡുകളെ പരിചയപ്പെടുത്താനും ഈ ഒരു സാഹചര്യം തന്നതിന് KHRAയുടെ നന്ദി അറിയിക്കുകയാണ്. KHRA സംബന്ധിച്ചിടത്തോളം ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന വിവിധ തരം ബ്രാൻഡുകളും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. RGയുടെ വിഷ്ണു ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സംസ്ഥാനത്ത് ബ്രാൻഡുകൾ പുതിയത് വന്നുകൊണ്ടേയിരിക്കണം. അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന പല ഉൽപ്പന്നങ്ങളും ഞങ്ങളെ നേരിട്ട് വന്ന് പരിചയപ്പെടുത്തുകയും മറ്റ് പല വാഗ്ദാനങ്ങൾ തരികയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്വാക്കിൻ്റെ അണ്ടറിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഒരു ഹൈപ്പർ ബ്രാൻഡായിട്ടുള്ള ഒരു ഗോഡൗൺ സെറ്റ് ചെയ്തിട്ട് ഹോട്ടലുകാരായിട്ട് നല്ലൊരു ടൈപ്പ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റുകൾ KHRAയുമായിട്ട് മുമ്പോട്ട് പോകാൻ ഞാനിവിടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഓൺലൈൻ പർച്ചേസുകളും വിവിധ ബ്രാൻഡുകൾ നമ്മുടെ സംസ്ഥാനത്ത് വന്ന് കൂടിയിരിക്കുകയാണ്. ഇതിനെല്ലാം തരണം ചെയ്ത് നമ്മുടെ ഇവിടെയുള്ള വ്യാപാരികളെ കടക്കെണിയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൈകോർത്ത് മുമ്പോട്ട് നീങ്ങിയാൽ നമ്മുടെ സംസ്ഥാനം ഇന്ന് വൻ വിജയമാക്കി പോകും. അതേപോലെ തന്നെ സ്വാക്കിൻ്റെ ഇന്ന് ഇവിടെ നടത്തിയിട്ടുള്ള ഈ പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സ്വാക്കിലൂടെയും സ്വാക്കിലെ ഓരോ മെമ്പേഴ്സുമായിട്ടും അവരുടെ സ്ഥാപനങ്ങളുമായും എന്നും അത്രത്തോളം ഇടപഴകി നിൽക്കുന്ന ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് KHRAയ്ക്കുള്ളത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ വളരെ വാല്യുബിൾ ആണ്. ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് AKDA കോഴിക്കോടിന്റെ ആരാധനായ ശ്രീ ഹാരിഷ് ജയരാജ് അവர்களോട് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആശംസകളിലേക്ക്. ആദരണീയനായ യോഗാധ്യക്ഷൻ ശ്രീ മുസ്തഫ, സ്വാക്കിൻ്റെ മറ്റ് നേതാക്കന്മാരെ, മറ്റ് സംഘടനാ നേതാക്കന്മാരെ, കേരളത്തിലെ യുവ സംരംഭകരുടെ കൂട്ടത്തിലുള്ള ഒരുപാട് കോഴിക്കോട് അടിസ്ഥാനമായിട്ടുള്ള നേതാക്കന്മാരെ, ഒരുപാട് ദീർഘമായ ഒരു പ്രസംഗത്തിന് ഒരു ആശംസയ്ക്ക് ഇപ്പോൾ പ്രസക്തിയുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്നൊരു സംഘടനയെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്ന സമയത്ത് മുതൽ അടയ്ക്കുന്ന സമയം വരെ അവരെ സഹായിക്കാനും ശല്യപ്പെടുത്താനും അല്ലെ പരസ്പരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴചേർന്ന് ഇരിക്കുന്ന ആൾക്കാരാണ് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ. സ്വാഭാവികമായും നിങ്ങൾ ഓരോ സൂപ്പർ മാർക്കറ്റുകാരും ഒരുപാട് വിതരണ വ്യാപാരിയെ നിത്യേന കാണാൻ, പരിചയപ്പെടാൻ, ഒരുപക്ഷെ മോശം അവസ്ഥയിലും കൂടെ കടന്നു പോകാനൊക്കെ സാഹചര്യമുണ്ട്. പക്ഷെ നമ്മൾ ആ ഓരോ മോശം അവസ്ഥയാണെങ്കിലും നല്ല അവസ്ഥയാണെങ്കിലും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പടക്കങ്ങൾ ഉണ്ടാവുക ജീവിത പങ്കാളിയായിട്ടായിരിക്കും, അല്ലേ? കാരണം അവർ നന്നാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ജീവിത പങ്കാളി നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാൽ പല രീതിയിലേക്കായി പോകുന്നെന്ന് മാത്രം. അതേപോലെ സൂപ്പർ മാർക്കറ്റ് ആയാലും വിതരണ വ്യാപാരി ആയാലും ഇവിടെ നിലനിൽക്കണമെങ്കിൽ പരസ്പരം സഹകരിച്ച് സഹായിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ
ഇന്ന് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ ഒരു പിടി ജില്ലാ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം പരസ്പരം പരിഹരിക്കണം പ്രശ്നങ്ങൾ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അനീഫക്കയുടെ നേതൃത്വത്തിൽ, മുസ്തഫക്കയുടെ നേതൃത്വത്തിൽ, ബാക്കി എല്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് ശക്തമായി മുന്നോട്ട് പോകാൻ ഇതുപോലുള്ള അവസരങ്ങൾ വിനിയോഗിക്കട്ടെ, മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. അത് ഒന്നും ചേർന്ന് അല്ലെങ്കിൽ പരസ്പരം ചേർന്ന് അവർ ആ കാര്യങ്ങളിൽ കൃത്യമായൊരു ധാരണ ഉണ്ടാകട്ടെ. സ്വാക്കിനെ സംബന്ധിച്ചിടത്തോളം ഓരോ തീരുമാനങ്ങളിലും കൃത്യമായ വിഷനും മിഷനും അവർക്കുണ്ട്. ഈ ഒരു എക്സ്പോ 2ാം എഡിഷനായിട്ട് വരുമ്പോഴും മറ്റ് ചില സുപ്രധാനമായ മേഖലകളിലേക്കും ഒക്കെ വഴി തെളിയിക്കുന്ന രീതിയിലാണ് ഈ 2 ദിവസത്തെ എക്സ്പോ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആസ്റ്റർ മിംസുമായി സഹകരിച്ചുകൊണ്ട് ഒരു ഹെൽത്ത് പാക്കേജിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതിനൊരു ധാരണാപത്രം കൈമാറുന്ന ചടങ്ങിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഈ ചടങ്ങ് ഇവിടെ നിർവഹിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനായിട്ടുള്ള സ്വാക്കിന്റെ ചാരിറ്റി കൺവീനർ കൂടിയായ നാസർ കെ അവர்களോട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ ആ ധാരണാപത്രത്തിൽ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് അത് കൈമാറുന്നതിനായി ശ്രീ മിർഷാദ് ഓപ്പറേഷൻസ് മാനേജർ കാലിക്കറ്റ് ആസ്ട്രം ബിംസ് അദ്ദേഹത്തെയും അദ്ദേഹത്തിനോടൊപ്പമുള്ള ടീം മെമ്പേഴ്സിനോടും വേദിയിലേക്ക് എത്തിച്ചേരാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വാക്ക് എന്ന സംഘടനയിലുള്ള അംഗങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കിയെടുക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ആസ്ട്രം മിംസുമായി സഹകരിച്ചുകൊണ്ട് ഒരു ഹെൽത്ത് പാക്കേജ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ധാരണാപത്രം കൈമാറുന്ന ചടങ്ങാണ്. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടനയുടെ നേതൃത്വ ഭാഗത്ത് നിന്ന് നിർവഹിച്ചു വരാറുണ്ട്. അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന പ്രിയങ്കരനായ ഞങ്ങളുടെ ചാരിറ്റി കൺവീനർ ശ്രീ നാസർ സാറിനോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് ഈ ധാരണാപത്രം കൈമാറുന്ന ചടങ്ങിൽ അത് ഏറ്റുവാങ്ങണമെന്നുള്ളത്. അത് സൈൻ ചെയ്തുകൊണ്ട് ആസ്ട്രം മിംസിന്റെ പ്രതിനിധികൾ അദ്ദേഹത്തിന് കൈമാറുന്ന ചടങ്ങാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സ്വാഗതം ചെയ്യുന്നു ശ്രീ മിർഷാദ് ഓപ്പറേഷൻസ് മാനേജർ കാലിക്കറ്റ് ആസ്ട്രം മിംസ്. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന സ്വാക്കിനെ സംബന്ധിച്ചിടത്തോളം അതിനെല്ലാം നേതൃത്വ ഭാരവാഹിത്വം വഹിക്കുന്ന ബഹുമാനായിട്ടുള്ള ശ്രീ നാസർ കെ അദ്ദേഹമാണ് ഈ ഒരു ധാരണാപത്രം ഏറ്റുവാങ്ങുന്നത്. ആസ്ട്രം മിംസുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും കൃത്യമായൊരു ഹെൽത്ത് പാക്കേജ് അവരിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ ഗുണപ്രദമാണ്. ബിസിനസിന്റെ തിരക്കിലും വിശ്രമമില്ലാത്ത ഓട്ടത്തിലും നമുക്ക് ഒരുപക്ഷെ സ്വന്തമായ ആരോഗ്യം എത്രത്തോളം ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം ചോദിച്ചാൽ അതിന് നിങ്ങൾ സമയം ഒരുപക്ഷെ മാറ്റിവെക്കുന്നുണ്ടായില്ല എന്നുള്ളത് തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരം. പക്ഷെ അതിനും ഒരു സമയം കണ്ടെത്തണം. ആരോഗ്യത്തോടു കൂടി നമുക്ക് ബിസിനസ് കൊണ്ടുപോകണം. ചുവരുണ്ടെങ്കിലേ നമുക്ക് ചിത്രം വരയ്ക്കാൻ സാധിക്കൂ. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഹെൽത്ത് പാക്കേജുകൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് അനുയോജ്യമാണ്. ആ തീരുമാനമെടുത്ത സ്വാക്കിന് ഒരു നല്ല കൈയടികളോടുകൂടി ഒരു അഭിനന്ദനം കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഔപചാരികമായി നമ്മൾ ഇന്ന് റീറ്റെയിൽ സബ്മിറ്റിന്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി സ്വാക്ക് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ബഹുമാനായിട്ടുള്ള ട്രഷറർ ശ്രീ ജാബിർ KCN അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി. ഏറ്റവും ഇച്ഛാശക്തിയോടുകൂടിയും കൃത്യമായ ധാരണയോടുകൂടിയും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ട്രഷററാണ് നമുക്കുള്ളത്. അദ്ദേഹത്തിന്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകൾ കേൾക്കാം. ബഹുമാന്യനായ അധ്യക്ഷൻ, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ സമയം അതിക്രമിച്ചു. അടുത്ത പരിപാടി ഇവിടെ തുടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സാറിന് ഈ എക്സ്പോ കമ്മിറ്റിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റ് ഈ പരിപാടിയിൽ ചീഫ് ഗസ്റ്റായി പങ്കെടുക്കുകയും നമ്മുടെ അസോസിയേഷൻ്റെ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്ത സ്റ്റേറ്റ് പ്രസിഡന്റ് ജോർഫിൻ പേട്ട സാർക്കും ഈ എക്സ്പോ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മറ്റ് വിശിഷ്ടാതിഥികളായ സിയാവുദ്ദീൻ, ബാപ്പുവാജി, മെഹബൂബ്, VKC റസാഖ്, വിഷ്ണു RG, മജീദ്, സലീം രാമനാട്ടുകര, ബാബു എടക്കര, സുബൈർ കൊളക്കാടൻ, അബ്ദുൽ ഹമീദ്, രൂപേഷ് കോളിയോട്ട്, ദേവദാസ്, ഹരീഷ് ജയരാജ്, മുഹമ്മദ് അഫ്സൽ, രാധാകൃഷ്ണൻ, നാസർ,
ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിച്ച സ്വാക്കിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ, സ്വാഗതം ആശംസിച്ച അനീഫ, മറ്റ് ഈ വേദിയിൽ ഈ സദസ്സിൽ ഈ പരിപാടി വീക്ഷിക്കാൻ ഇവിടെ എത്തിയ എല്ലാവർക്കും ഈ എക്സ്പോ കമ്മിറ്റിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.